അനുഗ്രഹീതമായ പകൽവേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ 3-ാം ദിനം 2-ാം പകൽക്കാലം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവമക്കളും, പ്രത്യേകിച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യേ ശുശ്രൂഷയ്ക്കായി ഇന്ന് പകലും രാത്രിയിലേക്കും കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പ്രിൻസൺ ബേബി അവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് പകൽക്കാലവും നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ ദിനങ്ങളിൽ കർത്താവ് നമ്മെ സഹായിച്ചതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കരമുയർത്തി ദൈവദാസന്മാരെ നമ്മുടെ മധ്യത്തിൽ അയച്ചു തന്നു. മാറ്റമില്ലാത്ത വചനം, ദൈവശബ്ദങ്ങൾ, ആലോചനകളൊക്കെ തരുവാനിടയായി നാം കേൾക്കുന്നത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമെന്ന് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. അങ്ങനെയെങ്കിൽ അധികം ശ്രദ്ധയോടെ കരുതിക്കൊണ്ട് ഹല്ലേലൂയ വീണ്ടും മുന്നേറുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥനയോടെ തുടർന്നുള്ള നിമിഷങ്ങൾ ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് പകൽക്കാലം കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ പ്രിൻസൺ ബേബി, പരിചയം നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. നമ്മുടെ ജോബിൻ പാസ്റ്ററുടെ അളിയനാണ്, ബ്രദറിലെയാണ്. തന്നെ ജോബിൻ പാസ്റ്റർ ടിൻസാണ്. എൻ്റെ കൂടെ ഒരു സഹോദരിയും കൂടെ ഉണ്ട്. ആ സഹോദരിയുടെ ഭർത്താവാണ് പ്രിയ പ്രിൻസൺ ബേബി പാസ്റ്റർ. താൻ ഷാരോൺ ഫെലോഷിപ്പിൽ പുനലൂരിൽ കർത്താവിൻ്റെ മഹത്വമാർന്ന വേലയിലായിരിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവ് അയക്കുന്നിടത്തൊക്കെ പോയി അനുഗ്രഹിത ശുശ്രൂഷകൾ ചെയ്ത് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ആയിരിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ തുടർന്നുള്ള നിമിഷം നമുക്ക് ദിവസങ്ങളിലായിരിക്കാം. ജോൺ ജോസഫ് പാസ്റ്ററുടെ പപ്പയും കടന്നു വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ ദാസനെ തുടർന്നുള്ള സമയത്ത് ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചോളൂ. രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. കുഞ്ഞാട്ടിൻ തിരുരക്തത്താ ഞാൻ ശുദ്ധനായി തീർന്നു. താൻ ചങ്കിലെ ശുദ്ധരെ മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും ചേറ്റിൽ നീ അങ്ങേ ഞാനായുസീനാളെല്ലാം നന്ദിയോ സാധിക്കും. അങ്ങേ ഞാനായുസീ നന്ദിയോടാടി വണങ്ങൂ. ആർപ്പോടു നിന്നെ ഘോഷിക്കും നീ സിയോ യാത്രയിൽ. മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വിരുദ്ധനായി. ലഭിക്കും നിശ്ചയം എൻ വിരുദ്ധനിക്ക്. ശത്രുക്കളാരുമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. പ്രാപിക്കും അന്നു ഞാൻ ദൂതന്മാർ. ഓ എൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നു. ഈ ലോകസുഖം തള്ളി ഞാനാ ഭാഗ്യം കണ്ടപ്പോ. നിത്യമാ രാജ്യത്തിൽ അന്നു ഞാൻ പാടിടും. രാജൻ മുഖം കണ്ടു എന്നു ഞാൻ. രക്തത്തിൽ ഫലമാ വാഴുമേ സ്വർഗത്തിൽ കോടി കോടി. ഓ രക്തത്തിൻ ഫലമായി കോടി കോടി
ഓ രക്തത്തിൻ ഫലമായി കളങ്കമില്ലാത്ത കുഞ്ഞാടിന്റെ രക്തം. ഓ ഉടലമന വധുരജനാദിയ ശബദന ഘടകബധുരിഹന്തൽ ജനാദിയാര. ഓ റബധുരജനഗമസൈഡ പ്രവാദന. കളങ്കമില്ലാത്ത കുഞ്ഞാടിന്റെ രക്തം സകല പാപത്തെയും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആദരങ്ങളെ തുറന്ന് അല്പനിമിഷം ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. വിശ്വാസത്തിന്റെ വർധനവുണ്ടാകട്ടെ. ഉടലവന ഹതുരികടകവശാന്തരാദിയാന വൈഡപ്രഭാരക ശാന്തൽ ജനാദിയാന. റമശബല ഹതിരികദല മധുരികദല ബടബദിനിക. രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ, രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ, രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവ് ശുശ്രൂഷകളുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ്. പരിശുദ്ധാത്മാവ് ശുശ്രൂഷകളുടെ നിയന്ത്രണത്തെ ഏറ്റെടുക്കുകയാണ്. മാനുഷിക അജണ്ടകൾ ഇന്ന് പകൽ പൊളിയട്ടെ. മാനുഷിക അജണ്ടകൾ ഇന്ന് പകൽ പൊളിയട്ടെ. ദൈവിക പ്രവർത്തികൾ ഇന്ന് പകൽ വെളിപ്പെടട്ടെ. ദൈവജനത്തിനെതിരെ, ദൈവസഭയ്ക്കെതിരെ, ആരാധനയ്ക്ക് വിരോധമായി വ്യാപരിക്കുന്ന സകല ദേശത്തിന്റെ ആധിപത്യങ്ങളും ഇന്ന് പകൽ പൊളിയട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ അതരം തുറന്ന് അല്പനിമിഷം ആത്മാവിൽ പോരാടി ആത്മനിയോഗത്തോടെ ഓ രക്തം ജയം, രക്തം ജയം, രക്തം ജയം. വിടുതൽ വ്യക്തിപരമാണ്, വിടുതൽ വ്യക്തിപരമാണ്. പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ വ്യക്തിപരമാണ്. എങ്കിൽ ഇന്ന് പകൽ വിശ്വസിച്ചോ, പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ കൊണ്ട് വ്യക്തിപരമായി ചില മേഖലകളെ പരിശുദ്ധാത്മാവ് തൊടുകയാണ്. ആത്മമണ്ഡലത്തിൽ പോരാടാൻ തയ്യാറുള്ള ദൈവജനത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് ഇവിടെ ഇറങ്ങി നിൽക്കുകയാണ്. വിശ്വസിക്കുന്ന ദൈവജനം ആദരം തുറന്ന് റമാന ശന്തര ദിയാന. യേശുവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി പറയും. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ഈ സഭയുടെ സീനിയർ ദൈവദാസൻ പ്രിയ ടീം കോശിപ്പാസ കുടുംബം, അതുപോലെ തന്നെ എൻ്റെ അളിയൻ ഇവിടെ അസാന്നിധ്യത്തിലാണെങ്കിലും നന്ദി പറയുന്നു. ദൈവം പ്രിയ കർത്തൃദാസന്മാരെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ പാളയം ദൈവസഭയിൽ വന്നിങ്ങനെ ശുശ്രൂഷിപ്പാൻ അനേക ദൈവദാസന്മാർ നിന്ന് വേദിയിൽ ഇങ്ങനെ നിൽക്കാൻ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. അർഹതയും യോഗ്യതയൊന്നും ഇല്ലാത്തിരുന്ന എന്നെ ദൈവം കണ്ടു, തിരഞ്ഞെടുത്തു, ദൈവകൃപയിലാക്കി. ദൈവത്തിൻ്റെ വിശ്വസ്തതകൾക്കായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ തന്നെ ഞാനിപ്പോൾ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിനോട് ചേർന്ന് പുനലൂരുള്ള ഒരു സഭയുടെ ശുശ്രൂഷകനായിട്ടും സേവനമനുഷ്ഠിക്കുന്നു. ദൈവം ഞങ്ങളെ ജയകരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തതകൾക്കായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. സകലവും തകർന്നു, സകലവും തീർന്നു, എല്ലാം അസ്തമിച്ചു, ഇനി മുൻപോട്ട് യാത്രയില്ല എന്ന് പറഞ്ഞ സമയത്താണ് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിതനായി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കാൽച്ചുവടുകൾ വെക്കുന്നത്. കൃപയാൽ
കർത്താവ് സുവിശേഷ വേലയ്ക്കിറങ്ങിയ നാൾ മുതൽ ഇന്നയോളം ഞങ്ങളെ ജയത്തോടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തതകൾക്കായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ പ്രാരംഭത്തിൽ ഞാനൊരു ദൂത് പറയാം. എവിടെയൊക്കെ പിശാച് അസ്തമിച്ചു എന്ന് പറയുന്നോ, നമ്മുടെ കരബലം കൊണ്ടും നമ്മുടെ ആയുധബലം കൊണ്ടുമെല്ലാം അസ്തമിച്ചു എന്ന് തോന്നുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കാൻ തുടങ്ങും. ഇന്ന് പകൽ എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? പരിശുദ്ധാത്മാവ് നയിക്കപ്പെട്ടാൽ ഒരു മനുഷ്യൻ നയിക്കപ്പെടുന്നത് പോലെയല്ല. പരിശുദ്ധാത്മാവ് നയിക്കപ്പെട്ടാൽ ഒരു മനുഷ്യൻ്റെ നിയന്ത്രണത്തിലല്ല, അത് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ അതരം തുറന്ന് സ്തോത്രം ചെയ്യണം. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നീ സഞ്ചരിച്ചാൽ, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നീ മുമ്പോട്ട് പോയാൽ, പിശാച് വെച്ചിരിക്കുന്ന സകല അജണ്ടകളും ആത്മാവിൽ പരിശുദ്ധാത്മാ പ്രാരംഭത്തിൽ പ്രവചിക്കാൻ പറയുന്നു. പിശാച് നിന്റെ കൂടാരത്തിന് നേരെ വെച്ച അജണ്ട, നിന്റെ തലമുറയ്ക്ക് നേരെ വെച്ച അജണ്ട ഇന്ന് പകൽ പരിശുദ്ധാത്മ പൊളിക്കാൻ പോകുകയാണ്. നിയന്ത്രണം പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കാൻ തയ്യാറാണെങ്കിൽ, നിയന്ത്രണം പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ശത്രുവിട്ട അതിരുകളെ ഭേദിച്ച് നീ ആത്മാവിൽ സഞ്ചരിക്കാൻ പോയ യേശുവിന്റെ നാമത്തിൽ ഉടലമന ശാന്തരാറിയ ഓ രക്തം ജയം, രക്തം ജയം. കൃപയാൽ ന്യൂ ലൈഫ് സെമിനാരി തിരുവചനം പഠിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നതിന് ശേഷം കുറച്ച് നാളുകൾ പൊതു ശുശ്രൂഷയുള്ള ബന്ധത്തിലായിരിക്കാൻ ദൈവം ഭാഗ്യം തന്നതിന് ശേഷം സഭാ ശുശ്രൂഷ ഏറ്റെടുക്കാൻ ദൈവം അവസരം തന്നു. കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾ നടക്കുന്നു, നിൽക്കുന്നു. നഗരാജ്യങ്ങളിൽ കടന്നുപോയി ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് അവസരം തന്നു. എല്ലാറ്റിനും ദൈവത്തിന് നന്ദി പറയുന്നു. കഴിവോ പ്രാപ്തിയോ മിടുക്കൊന്നുമില്ല, കർത്താവ് നിർത്തുന്നു എന്നല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. ഇത്രത്തോളം കൊണ്ടുവന്നു. മാതാപിതാക്കളുടെ പ്രാർത്ഥനകൾ, കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനകൾ, പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനകളൊക്കെ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. അതുകൊണ്ടാണ് തകരാതെ ദൈവം ഇത്രത്തോളം ഞങ്ങളെ നിർത്തിയത്. അതിനായിട്ട് ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ മുഖവരകളൊന്നും പറയാതെ കർത്താവിനെ ഭരമേൽപ്പിച്ച ഒരു വചനചിന്തയിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ കർത്താവ് ശരണപ്പെടുന്നു. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാൽ ദൈവം നമ്മളോട് കൃത്യമായി ഇടപെടും, സംസാരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അല്ലെങ്കിൽ ദൈവം നമ്മളോട് പറയുന്നത് കേൾക്കാൻ ഇന്ന് പകൽ എല്ലാവരും കാതോർത്തായിരുന്നാൽ വ്യക്തിപരമായിട്ട് ദൈവം നമ്മളോട് സംസാരിക്കും. വചനം നമ്മളോട് സംസാരിച്ചാൽ അസാധാരണ വിടുതലുകൾ നടക്കും. ഒരു പ്രവാചകൻ കൈവച്ച് പറയുന്നതിനേക്കാൾ അപ്പുറം ഈ വചനം പ്രവചനമാണ്. ഇത് നമ്മളിൽ നിവർത്തീകരിക്കപ്പെട്ടാൽ ഒരു ശത്രുവിനും അതിനെ തടയാൻ പറ്റില്ല. ഇന്ന് പകൽ വിശ്വസിക്കണം ദൈവമക്കളെ, ഈ വചനം അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവൻ്റെ പ്രവൃത്തി കൊണ്ട് വെളിപ്പെട്ട വചനമാണ്. അവൻ്റെ നോട്ടത്തിനകത്ത് പൈശാചിക മണ്ഡലത്തിന് നിൽക്കാൻ പറ്റില്ല. അവൻ്റെ നോട്ടത്തിനകത്ത് പൈശാചിക മണ്ഡലത്തിന് നിൽക്കാൻ പറ്റില്ല. എങ്കിൽ വിശ്വസിച്ചോ, ഈ വചനം ചെന്ന് പ്രവർത്തിക്കേണ്ട ഇടങ്ങളിൽ അതിൻ്റെ പ്രവൃത്തിയെ തികച്ച് നമ്മുടെ അടുക്കലേക്ക് മടങ്ങി വരും. ഇന്ന് പകൽ വിശ്വസിച്ച് ഈ വചനത്തെ അയക്കാൻ തയ്യാറായാൽ ഏത് വിഷയത്തിന്റെ മുഖത്താണോ ദൈവസഭ ഉപവസിക്കുന്നത്, ആ വിഷയത്തിനകത്ത് അത്ഭുതം കാണാൻ, അത്ഭുതം കാണാൻ, അത്ഭുതം കാണാൻ. കേൾക്കുക മാത്രമല്ല, കാണുന്നവരായി മാറണം. പലപ്പോഴും നമ്മൾ കേട്ട് ആശ്വസിക്കുന്നവരാണ്, പക്ഷേ കണ്ടറിയാൻ കൃപ ലഭിച്ച ദൈവമക്കളാണ് ദൈവമക്കൾ. എങ്കിൽ വിശ്വസിച്ചോ, ചിലത് കാണാൻ പോകുകയാണ്, ചിലത് കാണാൻ പോകുകയാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വേദിയിലായിരിക്കുന്ന കർത്തൃദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും വന്ദനം പറയുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയ പ്രസിഡന്റ് ബ്ലാസ്റ്റർ ഉണ്ടല്ലോ, പ്രിയ കർത്തൃദാസനോട് ചേർന്നായിരിക്കാൻ ദൈവം ഒരുക്കിയ അവസരങ്ങൾക്കായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ പേര് പറഞ്ഞ അനേക നാളുകൾ പ്രിയ കർത്തൃദാസൻ പ്രാർത്ഥിച്ചത് സന്തോഷത്തോടെ ഓർക്കുന്നു. എല്ലാറ്റിനും ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം ധാരാളമായി അവരെയും അനുഗ്രഹിക്കട്ടെ. 3 വാക്യങ്ങൾ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. യഗസ്കേൽ പ്രവചന പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ. അവനതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. താൻ ചെയ്തത് അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല. യഗസ്കേൽ പ്രവചന പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ.
അധികമായിരുന്നു, അവയേറ്റവും ഉണങ്ങിയിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ. ആ ആ ആ ഒരു നിമിഷം കൂടെ നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല നിമിഷത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനത്തിന് മുമ്പിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. ഈ വചനം ഏതാത്മാവിനാൽ എഴുതപ്പെട്ടോ അതേ ആത്മാവിനാൽ ശുശ്രൂഷിപ്പാൻ ഈ അടിയൻ്റെ അധരത്തെ ബലപ്പെടുത്തണമേ. ദൈവഹിതമില്ലാത്തൊരു വാക്കുപോലും അടിയൻ്റെ അധരത്തിനകത്തുനിന്ന് പുറത്തു വരാൻ ദൈവം അനുവദിക്കരുത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ളതൊക്കെ ഇവിടെ വെളിപ്പെട്ട് വരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ഞങ്ങളെ വിധേയരാക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്നത്തെ ശുശ്രൂഷകളുടെ നിയന്ത്രണം ഏറ്റെടുക്കും. ദൈവകരങ്ങളിൽ ഞങ്ങളെ മുറ്റുമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ഈ വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വചനത്തിൻ്റെ 3 ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 3 വാക്യങ്ങളാണ് ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചിട്ടുള്ളത്. അതിനകത്തുനിന്ന് ചില ചിന്തകൾ കൈമാറ്റം ചെയ്യുന്നതിന് മുമ്പ് ഇന്ന് പകലും രാത്രിയിലും ഉണ്ടല്ലോ. പകല് ശുശ്രൂഷകൾക്ക് ശേഷം അല്ലെങ്കിൽ ശുശ്രൂഷകൾ ഇത്രത്തോളം സമയങ്ങൾ കൊണ്ട് ഇത് തീരാതെ വന്നാൽ ഇന്ന് രാത്രിയിലും തുടർന്നുള്ള ശുശ്രൂഷകളായിരിക്കും. കർത്താവ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. അതിൻ്റെ മുമ്പായിട്ടൊരു വചനത്തിൻ്റെ അല്ലെങ്കിൽ വചനം പ്രവർത്തിച്ച ദൈവശക്തി വെളിപ്പെട്ട ഒരു ചിന്ത പറഞ്ഞിട്ട് ഈ ഭാഗത്തേക്ക് മടങ്ങി വരാൻ ഞാൻ കർത്താവ് ശരണപ്പെടുന്നു. കർത്താവിനെ അത്രത്തോളം എൻ്റെ മനസ്സിനെ ഉത്തേജിപ്പിക്കുന്നത് കൊണ്ട് ആ ഭാഗത്തേക്കൊന്ന് കടന്നു വന്നൊരു ചിന്ത പറഞ്ഞ് ഈ വായിച്ച ഭാഗത്തേക്ക് വന്ന് ശുശ്രൂഷിപ്പാൻ ഞാൻ കർത്താവ് ശരണപ്പെടുന്നു. വായിക്കാം. ദാനിയേൽ പ്രവചന പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. നമുക്ക് സുപരിചിതമായ ഒരു വേദഭാഗം കൂടെയാണ് നമ്മളിപ്പോൾ വായിച്ച് കേട്ടത്. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവ് 3 വ്യക്തിത്വങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളാണ് ഈ 3-ാം അധ്യായത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ കാണുന്നത്. ഈ വ്യക്തി ജീവിതങ്ങൾ അടിമകളായിട്ട് പിടിക്കപ്പെട്ടു കൊണ്ടുവന്ന 3 വ്യക്തി ജീവിതങ്ങൾ അടിമകളാണ്. പക്ഷേ ഇവർ അടിമകളായിട്ട് കൊണ്ടുവന്നെങ്കിലും ആ രാജ്യത്ത് വന്നപ്പോൾ ആ രാജ്യത്തിൻ്റെ നേതൃസ്ഥാനത്തേക്ക് അവർ എത്തപ്പെടുവാനിടയായിത്തീർന്നു. സാധ്യതകളൊന്നുമില്ലാതിരിക്കെ അല്ലെങ്കിൽ സാധ്യതകളൊന്നും അവരുടെ മുമ്പിലില്ലാതിരിക്കെ ദാനിയേൽ പ്രവചിച്ച ഒരു പ്രവചനം അല്ലെങ്കിൽ മന്ത്രവാദികൾക്കോ അഭിചാരകന്മാർക്കൊന്നും വെളിപ്പെട്ട് കിട്ടാത്തത് ദൈവസന്നിധി എന്ന് പ്രാപിച്ച് രാജാവിനോട് പറഞ്ഞതുകൊണ്ട് ദാനിയേലിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഇവരെ 3 പേരെയും കൂടെ ഓർക്കണമേ എന്നുള്ള പദം കൊണ്ട് അല്ലെങ്കിൽ ദാനിയേലിൻ്റെ റിക്വസ്റ്റ് കൊണ്ട് ഇവർ 3 പേരും എവിടെ വന്നു? രാജ അല്ലെങ്കിൽ കൊട്ടാരത്തിൻ്റെ തലപ്പത്തേക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഭരണകർത്താവിൻ്റെ അടുക്കിലേക്ക് എത്തപ്പെടുവാനിടയായിരുന്നു. പക്ഷേ ഇവർ സാധാരണ മനുഷ്യരല്ല എന്ന് പറഞ്ഞാൽ ഇവർ ആ രാജ്യത്തിൻ്റെ ആൾക്കാരല്ല. ഇവർ അടിമകളായിട്ട് പിടിക്കപ്പെട്ടു വന്നവരാണ്. അടിമകളായി പിടിക്കപ്പെട്ടു വന്നവർ ഒരിക്കലും ഒരു നേതൃസ്ഥാനത്തേക്ക് വന്നാൽ ആർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. രക്തത്താൽ ജയം. അവർ ആ നേതൃസ്ഥാനത്തേക്ക് വന്ന സമയം മുതൽ അവർക്കെതിരെയുള്ള പരിപാടികൾ ആരംഭിച്ചു. ഇന്ന് പകൽ നിങ്ങൾ കേട്ടോ, നമ്മൾ ചിന്തിക്കുന്ന തലത്തിലല്ല ദൈവം പ്രവർത്തിക്കുന്നത്. നമ്മുടെ ചിന്തകൾക്കപ്പുറമാണ് ദൈവപ്രവൃത്തി. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? നമ്മൾ വിചാരിക്കും ഇങ്ങനൊക്കെയാണ്, ഇങ്ങനൊക്കെ നടക്കും. നോ, അല്ല. നമ്മളെ അടിമകളാക്കിയിട്ടും ദൈവത്തിന് പ്രവർത്തിക്കാനുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ അതരം തുറന്ന് ആത്മാവി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. എവിടെയെങ്കിലും അടിമനുഖത്തിനകത്ത് നീ പെട്ടുപോയെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അടിമനുഖത്തിനകത്ത് നീ എവിടെയെങ്കിലും പെട്ടുപോയെന്ന് ചിന്തിക്കുന്നെങ്കിൽ ആത്മാവ് ഇന്ന് പകൽ ഈ വചനം വെച്ച് പ്രവചിക്കുന്നു. അടിമനുഖത്തിനകത്ത് നിന്നെ വീണ്ടെടുക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ അതരം തുറന്ന് അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. വിടുവിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽ ഇവിടെ ഇറങ്ങി നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഇവർ 3 പേരും ആ സ്ഥാനത്തേക്ക് വന്നപ്പോൾ ഇവർക്കെതിരെയുള്ള ക്രിയകൾ ആരംഭിച്ചു. ഇവർക്കെതിരെ എന്ത് ചെയ്യണമെന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങി. അവരുടെ മനസ്സിനകത്തേക്ക് വന്ന ചിന്തകളും രാജാവിൻ്റെ ചിന്തകളും ഒന്നിച്ചു വന്നു. രാജാവ് ഒരു ബിംബത്തെ നാട്ടി. അത് രാജാവിനെ അല്ലെങ്കിൽ ആ ബിംബത്തെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കരുതെന്ന് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു.
ഹല്ലേലൂയ. ഈ കൽപ്പനയുമായിട്ട് വിരോധമായി നിന്നവർ യോജിച്ചു. മനസ്സിലാക്കുക, ഈ കൽപ്പനയുമായുള്ള ബന്ധത്തിൽ ഇവർക്ക് എതിരായി നിന്നവർ യോജിക്കപ്പെട്ടു. കാരണം മറ്റൊന്നുമല്ല, ഇവരെ കുടുക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. രക്തം ജയം, ഇവരെ ഒതുക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതിന് ഏത് പദ്ധതിക്കും അവർ തയ്യാറായി നിന്നു. മനസ്സിലാക്കിക്കോ, എല്ലാവരും നമസ്കരിക്കുമ്പോൾ ഇവർക്ക് എതിരെ നിന്നവരുടെ കണ്ണുകൾ ഈ 3 പേരുടെ മേൽ പതിക്കപ്പെട്ടു. രക്തത്താൽ ജയം. മനസ്സിലാക്കിക്കോ, എല്ലാവരും അല്ലെങ്കിൽ രാജാവിനെ നമസ്കരിക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ നമസ്കരിക്കുന്നവന്റെ മേൽ പോയെങ്കിൽ എതിരായി നിന്നവന്റെ കണ്ണ് ഈ 3 പേരുടെ മേൽ പതിക്കപ്പെട്ടു. ഇന്ന് പകൽ വിശ്വസിച്ചോ, പതിക്കപ്പെടുന്നതിന്റെ മുമ്പിൽ, നിനക്കൊരു എതിര് കയറി വരുന്നതിന് മുമ്പിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് ആത്മാവിന്ന് പറഞ്ഞോട് പ്രവചിക്കാൻ പറയുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആദരം തുറന്ന് ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. നിന്റെ തലമുറയ്ക്ക് നേരെ, നിന്റെ കുടുംബത്തിന് നേരെ എന്തെങ്കിലുമൊക്കെ എതിരുകൾ കയറി വരുന്നുണ്ടെങ്കിൽ, പ്രതീക്ഷിക്കാത്ത എതിരുകൾ നിന്റെ കൂടാരത്തിന് നേരെ കയറി വരുന്നെങ്കിൽ ആത്മാവിന്റെ മകനോട് പ്രവചിക്കാൻ പറയുന്നു, ദൈവത്തിന് അതിനകത്ത് ചില പ്രവർത്തികൾ ചെയ്യാനുണ്ട്. ഹല്ലേലൂയ. ഇവരുടെ കണ്ണുകൾ, അല്ലെങ്കിൽ പ്രതികൂലമായി നിന്നവരുടെ കണ്ണുകൾ ഇവരുടെ നേരെ പതിച്ചു. എല്ലാവരും നമസ്കരിക്കുമ്പോൾ ഇവർ നമസ്കരിക്കുന്നില്ല. രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്, ഹല്ലേലൂയ, ഇന്നവർ എന്ന് പറഞ്ഞാൽ കൽദയരായിട്ടുള്ള ആൾക്കാർ, ചില യഹൂദന്മാർ രാജാവ് വെച്ച ബിംബത്തെ നമസ്കരിക്കുന്നില്ലെന്ന് രാജാവിൻ്റെ മുമ്പിൽ അറിവ് കൊടുത്തു. ഹല്ലേലൂയ. രാജാവ് ആജ്ഞ പുറപ്പെടുവിച്ചു അവരെ കൊണ്ടുവരാൻ. രാജസന്നിധിയിലേക്ക് വന്ന് നിൽക്കുകയാ. എന്താണ് അടുത്ത സംഭവിക്കുമെന്നൊന്നും അവർക്കറിയില്ല. എന്താണ് അടുത്തത് അവരുടെ ജീവിതത്തിൽ നേരിടാൻ പോകുന്നവർക്കറിയില്ല. രാജാവിൻ്റെ പ്രഖ്യാപനം ഇങ്ങനെയാണ്: നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ എരിയുന്ന ഒരു തീച്ചൂളയുണ്ട്, നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ എരിഞ്ഞു കത്തിക്കൊണ്ടിരിക്കുന്ന തീപ്പൊയ്കയുണ്ട്. നമസ്കരിക്കാത്തവനെ എല്ലാം അതിലേക്ക് ഇട്ടുകളയുമെന്നുള്ള രാജകൽപ്പന നിൽക്കുകയാണ്. ഇതിവർ കേട്ടവരാണ്, പക്ഷെ കേട്ടവർ കർത്താവിന് വേണ്ടി നിന്നതുകൊണ്ടാണ് ദൈവർക്ക് വേണ്ടി പ്രവർത്തിച്ചത്. ഹല്ലേലൂയ. രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. രാജാവ് ചോദിച്ച ചോദ്യം ഇതാണ്: ഞാൻ ഇവരിൽ നിന്ന് അറിഞ്ഞ കാര്യം സത്യമാണോ? അത് അവിടെ ഒന്ന് വായിച്ചേ. അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആ ആ ആ നേർ തന്നെയോ? ഇവർ വന്ന് എന്നോട് ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞു, ഇത് സത്യം തന്നെയാണോ എന്ന് രാജാവ് ഒന്ന് ചോദിച്ചു. എത്ര നല്ല മനുഷ്യനാന്ന് ചിന്തിച്ചു നോക്കി ഞങ്ങൾ. ആ പുള്ളിക്ക് അത്രത്തോളം അറിവുണ്ടായിരുന്നല്ലോ. കേട്ടത് വിശ്വസിച്ച് എന്നെ കയ്യും കാലും കെട്ടി തീച്ചൂളയിലിടാനൊന്നും അല്ല പറഞ്ഞേ. അവരെ ഇഞ്ഞ് കൊണ്ടുവരും. രാജാവിൻ്റെ കോപമൊക്കെ കയറി, രാജാവിന് ക്രോധം വർദ്ധിച്ചു, രാജാവിൻ്റെ മുഖഭാവം മാറി. പക്ഷേ അവരെ രാജസന്നിധി കൊണ്ടു നിർത്തിയിട്ട് രാജാവ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇവർ പറഞ്ഞത് നേർ തന്നെയോ? ഇന്ന് പകൽ നേരായിട്ടുള്ള കാര്യം അവരുടെ വായിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ചു ഒരു രാജാവ്. രക്തത്താൽ എത്ര ക്വാളിറ്റിയാ നോക്കിയ ആ മനുഷ്യൻ്റെ നല്ല പ്രവൃത്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചേ. രാജസന്നിധി കൊണ്ടുവന്ന് രാജാവ് ചോദിക്കുക, ഞാൻ കേട്ടതൊക്കെ നേർ തന്നെയാണോ? അന്നേരം അവർ പറഞ്ഞ മറുപടി ആ നമസ്കരിക്കാതെ ഇരുന്നാൽ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ പറ്റുന്ന ദേവനാര്?
നെബൂഖദ്നേസറേ, നിന്റെ ചിന്തയാ ആത്മാവ് ഇന്ന് പകൽ എന്നോട് പ്രവചിക്കാൻ പറയുന്നു. വിടുവിക്കാൻ കഴിയുന്ന ഒരുവൻ ഉണ്ടെന്ന് ദൈവം തെളിയിക്കാൻ പോകുകയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾ അതരം തുറന്ന് പ്രാർത്ഥിച്ചോ. രക്തത്താൽ ജയം നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ വീടിനകത്ത്, നിന്റെ തലമുറയുടെ മേൽ വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ദൈവം തെളിയിക്കാൻ പോകുകയാ. എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന ഏത് ദേവനുണ്ടെന്ന് ചോദിക്കുന്ന രാജാവിന്റെ മുമ്പിൽ ആത്മാവ് ഇന്ന് പകൽ പ്രവചിക്കുന്നു. ചില ചോദ്യങ്ങൾ നിന്റെ നേരെ ഉന്നയിക്കുമ്പോൾ, ചില ചോദ്യങ്ങൾ നിന്റെ ചെവിക്കകത്ത് തുളച്ചു കയറുമ്പോൾ ആത്മാ പ്രവചിക്കുന്നു, ദൈവത്തിന് വിടുവിക്കാൻ കഴിയും. അതിൽ ജനഘടക സൈഡർസിലാകുന്ന രാജാവിനോട് വേണമെങ്കിൽ തെളിയിക്കാമായിരുന്നു. കാരണം സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്ത ദാനിയേൽ പറഞ്ഞൊരു പദമുണ്ട്, ഞാൻ സ്വർഗത്തിൽ നിന്ന് പ്രാപിച്ചതാണ്. എങ്കിൽ ഇന്ന് പകൽ വിശ്വസിച്ചോ, പലതും തെളിയപ്പെടേണ്ട സമയത്ത് തെളിയിക്കപ്പെട്ടില്ലെങ്കിലും, പലതും വെളിപ്പെട്ടു വരേണ്ട സമയങ്ങളിൽ വെളിപ്പെട്ടു വന്നില്ലെങ്കിലും, ആത്മാവ് ഇന്ന് പകൽ പ്രവചിക്കാൻ പറയുന്നു, കാലം അധിക ദൂരമല്ലാതെ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവമായി ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ പറ്റിയ ദേവനാര്? ചോദിച്ച ചോദ്യത്തിന്റെ മുമ്പിൽ അവരുടെ മറുപടി, നെബൂഖദ്നേസരേ, ഈ കാര്യത്തിൽ ഉത്തരം പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉത്തരം പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും. ഇനി ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും നീ വെച്ച ബിംബത്തെ ഞങ്ങൾ സേവിക്കത്തില്ല. പരിശുദ്ധാത്മാവ് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നോട് പറഞ്ഞ പദം, ചില തലമുറകൾക്കെതിരെ, ചില കുടുംബങ്ങൾക്കെതിരെ പിശാച് വച്ച അജണ്ടകൾ ഇന്ന് പകൽ പൊളിയാൻ പോകുകയാണ്. അവൻ്റെ അജണ്ട ഇതാണ്, അവനെ നമസ്കരിക്കണം. അവൻ്റെ അജണ്ട ഇതാണ്, അവനെ സേവിക്കണം. ദുഷ്ടപിശാച് ഇന്ന് പകൽ ആത്മാവിൽ പ്രവചിച്ച് ദൈവസഭ ഒരുമിച്ച് പറ, നിന്റെ അജണ്ട ഇന്ന് പകൽ ആത്മാവിൽ പൊളിക്കാൻ പോകുകയാണ്. അല്പനിമിഷം ആദരങ്ങളെ തുറന്ന് ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ആത്മനിയോഗം പ്രാപിച്ച ദൈവമക്കൾ, ആത്മശക്തി പ്രാപിച്ച ദൈവമക്കൾ ആദരങ്ങളെ തുറന്ന് അല്പനിമിഷം ഒന്ന് പ്രതികരിച്ച് ദൈവശക്തി ആലയത്തിനകത്ത് നടമാടുകയാണ്. ദൈവസഭയെ ദൂതേറ്റെടുത്ത് സ്തോത്രം ചെയ്തു. നീ ചില ഇടങ്ങളിൽ മൗനമായിരുന്നു കൊണ്ട്, നീ ചില ഇടങ്ങളിൽ പ്രതികരിക്കാതിരുന്ന് ദൈവശബ്ദത്തെ മുറുകെ പിടിച്ച് യാത്ര ചെയ്യാൻ തയ്യാറായാൽ ദൈവം ചില വിഷയങ്ങളോട് ഇടപെടാൻ പോകുകയാണ്. ദൈവം ചില വിഷയങ്ങളോട് ഇടപെടാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ അതരം തുറന്ന് അല്പനിമിഷം ആത്മാവിൽ ഒന്ന് പ്രതികരിച്ചു സ്തോത്രം ചെയ്തേ. ഓ കൃപ 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 കൃപ. അവരുടെ ഉചിതമായ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചോ. ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഉത്തരം പറയേണ്ട ആവശ്യമൊന്നുമില്ല. കർത്താവ് ഞങ്ങളെ വിടുവിക്കും, അത് ഞങ്ങളുടെ ഉറപ്പാണ്. ഇനി ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും നീ വെച്ച ബിംബത്തെ ഞങ്ങൾ ആരാധിക്കത്തില്ല. ഇത് പറഞ്ഞു തീർന്നപ്പോൾ എന്താ രാജാവിൻ്റെ ഉണ്ടായ മാറ്റങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ നെബൂഖദ്നേസറിന് കോപം മുഴുത്തു. ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും നേരെ മുഖഭാവം മാറി. കോപം മുഴുത്തു, മുഖഭാവം മാറി. രണ്ട് പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കോപം മുഴുത്തു, മുഖഭാവം മാറി. ആർക്ക് നേരെ? ശത്രുക്ക്, മേശക്ക്, അബേദ്നെഗോവിന് നേരെ. മുഖഭാവവും കോപവും കൂടെ വർദ്ധിച്ചപ്പം അടുത്ത എന്താ അവിടെ ഉണ്ടായെന്നറിയാവോ? കൽപ്പന എന്ന് പറഞ്ഞാൽ അവൻ കൽപ്പിച്ചിട്ടിരുന്ന കൽപ്പനയെ 7 ഇരട്ടി ശക്തിയിൽ
വീണ്ടും കൽപ്പന പുറപ്പെടുവിച്ചു. ഹല്ലേലൂയ. മുഖഭാവം മാറിയതുകൊണ്ടും കോപം മുഴുത്തതുകൊണ്ടും അവിടെ സംഭവിച്ച വിഷയം നിങ്ങൾ മനസ്സിലാക്കണം. ആ ചൂള പതിവായിട്ട് കത്തിക്കൊണ്ടിരുന്നതിനേക്കാൾ 7 മടങ്ങ് ചൂളയുടെ ശക്തി വർദ്ധിപ്പിച്ചു. ഹല്ലേലൂയ. ഇത് ഈ ഭക്തന്മാർ നോക്കി നിൽക്കുക. ഇവരുടെ കണ്ണിന്റെ മുമ്പിലാണ് നടക്കുന്നത്, ദൂരെ എങ്ങുമല്ല നടക്കുന്നത്. ഇവരുടെ കണ്ണിന്റെ മുമ്പിലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ചെയ്യുമ്പോഴെങ്കിലും ഇവരുടെ ഭാവങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് രാജാവ് ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷേ ഭാവമാറ്റമില്ലാതെ എടുത്ത പ്രതിജ്ഞയുടെ മുമ്പിൽ ദൃഢനിശ്ചയത്തോടെ ഭക്തന്മാർ നിന്നു. ഹല്ലേലൂയ. അവരുടെ കൈകാലുകളെ കെട്ടി അവരെ ബന്ധിച്ചു, അവരെ അനങ്ങാൻ കഴിയാത്ത നിലയിലേക്ക് ആക്കി. എന്നിട്ട് എന്താ ചെയ്തെന്നറിയാമോ? ആ രാജ്യത്തിൻ്റെ മഹാബലവാന്മാരെ വിളിച്ചു. ബലവാന്മാരെ അല്ല, മഹാബലവാന്മാരെ വിളിച്ചു. ഭക്തന്മാരെ ഈ 3 പേരെ കൊണ്ടിടാൻ എന്തിനാ ദൈവമക്കളെ മഹാബലവാന്മാർ? ഇന്ന് പകൽ കേട്ടോ രാജാവേ, നെബൂഖദ്നേസരെ നിന്റെ കോപം വർദ്ധിച്ചത് കൊണ്ട്, നിന്റെ മുഖഭാവം വർദ്ധിച്ചത് കൊണ്ട്, ഇന്ന് പകൽ കേട്ടോ തീയുടെ ശക്തി 7 മടങ്ങ് വർദ്ധിപ്പിച്ചത് കൊണ്ട് എന്താ സംഭവിച്ച? നിന്റെ രാജ്യത്തിന്റെ മഹാബലവാന്മാരെന്ന് തോന്നിയവരെ, നീ രാജകീയ പദവിക്കകത്ത് ബലവാന്മാരെന്ന് തോന്നിയവരെ, ഈ ഭക്തന്മാരെ എടുത്തെറിയാൻ നീ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്താ? ആ രാജ്യത്ത് ബലവാന്മാര് പോരായിരുന്നോ ഭക്തന്മാരെ ഇടാൻ? എന്തിനാ സെലക്ട് ചെയ്ത് മഹാബലവാന്മാരെ വിളിച്ചേ? ദൈവം ചെയ്യുന്നതല്ല ഇങ്ങനെ ദൈവമക്കളെ. ദൈവം ചെയ്യുന്ന അത്ഭുതമല്ല ഇങ്ങനെ. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്തു. ദൈവം ചെയ്യുന്ന പദ്ധതികളല്ല ഇങ്ങനെ. ഹല്ലേലൂയ. ഒരു ഭക്തന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തത ആർക്കുമില്ലാത്ത സെലക്ഷനാണ്. ദൈവത്തെ വിശ്വസ്തയോടെ സേവിക്കുന്ന ദൈവിക ഭക്തന്മാർക്ക് വേണ്ടി, ഭക്തമതികൾക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ. അത് അറിവ് കൊണ്ടോ കഴിവ് കൊണ്ടോ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടോ കുടുംബശ്രേഷ്ഠത കൊണ്ടൊന്നും ലഭ്യമാകുന്നതല്ല. നീ പാപത്തിന്റെ കൂപത്തിനകത്ത് കിടന്നാലും, കുഴഞ്ഞ ചേച്ചിനകത്ത് കിടന്നാലും, ആ ചേച്ചിനകത്ത് നിന്നെ കയറ്റി പാറമേൽ നിർത്തി നീ ആരാണ്, നിന്നിൽ വസിക്കുന്നവൻ ആരാണെന്ന് തെളിയിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. ഇപ്പൊ രാജ്യത്തിന്റെ മഹാബലവാന്മാരെ വിളിച്ചു. എന്നിട്ട് എന്താ ചെയ്തേ? വായിച്ചേ. പെട്ടെന്ന് അതിൻ്റെ 20ാമത്തെ വാക്യം മുതൽ വായിച്ചേ. രാജകൽപ്പന കർശനമായിരിക്കുന്നത് കൊണ്ടും ചൂള അത്യന്തം ചൂടായിരിക്കുന്നത് കൊണ്ടും ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ എന്ന് പറയുമ്പോൾ തന്നെ മഹാബലവാന്മാരെ ഇവര് ദഹിക്കാൻ പോയതല്ല, ഇവരിട്ടിട്ട് മടങ്ങി വരാൻ പോയതാ. രക്തം ജയം. അവരെ തീക്കകത്തെറിഞ്ഞിട്ട് രാജസന്നിധിയിലേക്ക് മടങ്ങി വരാൻ പോയവരാ. പക്ഷെ കേട്ടോ, മഹാബലവാന്മാരെ തീയല്ല ദഹിപ്പിച്ചത്. തീക്കകത്ത് ക്രൂരത കൊണ്ടും തീക്കകത്ത് അവന്റെ കോപം കൊണ്ടും വർദ്ധിപ്പിച്ച 7 മടങ്ങിന്റെ തീയുടെ ജാല ഇടാൻ പോയവരെ ദഹിപ്പിച്ചെങ്കിൽ, ഇന്ന് പകൽ കേട്ടോ, ചില ദൈവിക പ്രവർത്തികൾ ചില കൂടാരത്തിനകത്ത് വെളിപ്പെട്ടില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയാലും പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പ്രവചിക്കുന്നു. ചില പ്രതിസന്ധികൾ അടിക്കടി നിന്റെ ജീവിതത്തിന് നേരെ ഉയർന്നു വന്നാലും പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പ്രവചിക്കാൻ പറയുന്നു, അതിന്റെ നടുവിൽ നിന്റെ ദൈവമാരെന്നും നീ സേവിക്കുന്ന ദൈവമാരെന്നും നീ ആരാധിക്കുന്ന ദൈവമാരെന്നും ദൈവത്തിന് തെളിയിക്കണം. ആ തെളിവിലേക്ക് ഇന്ന് പകൽ കടന്നു വരാൻ മനസ്സുള്ള ദൈവമക്കൾ അതരം തുറന്ന് അല്പനിമിഷം ആത്മാവി സ്തോത്രം ചെയ്യട്ടെ. ചില തെളിവുകൾ നിന്റെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ പോയോ? രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം. അടകൽ പ്രഭാ രഗ ശാന്തരേ ദിഗൽ കമാനിഹ വൈഡ പ്രഭരഗടക സിയാന്തൽ ജനാദിയാര.
അഗ്നിജാല ദഹിപ്പിച്ചു. പക്ഷെ പുറത്ത് ബന്ധിച്ച ബന്ധനം അകത്തെ തീക്കകത്ത് ഭക്തന്മാരുടെ ബന്ധനത്തെ അഴിച്ചു. ഹല്ലേലൂയ. അകത്ത് കത്തിക്കൊണ്ടിരുന്ന തീയുടെ ശക്തി പുറത്ത് കെട്ടിയ ബന്ധനത്തെ അഴിച്ചു. ഇന്ന് പകലെങ്കിലും ഒരു ദൂത് പറയാം, അകത്ത് കത്തുന്ന പരിശുദ്ധാത്മാവിന്റെ തീ നിന്നെ പുറത്തിട്ട് ബന്ധിച്ച പൈശാചിക മണ്ഡലത്തിന്റെ അടിവേരുകളായി മാറണം. വിശ്വസിക്കുന്ന ദൈവമക്കൾ അല്പനിമിഷം ആത്മാവിൽ പ്രതികരിച്ചോ. പൈശാചിക മണ്ഡലത്തിന്റെ അടിവേരുകളെ ഇളക്കുന്ന ആരാധന അകത്ത് വെളിപ്പെടുമ്പോൾ പുറത്ത് ബന്ധിച്ച ബന്ധനം അകത്തിട്ട് അടിക്കാൻ പോയ യെസ് പുറത്തിട്ട് നിന്നെ ബന്ധിച്ച് 4 പേര് കാണയല്ലേ? പുറത്തിട്ട് ഭക്തന്മാരെ ബന്ധിച്ച് 4 ആൾ കാണയല്ലേ? ഒരു രാജകീയ സദസ്സ് മുഴുവൻ നോക്കി നിൽക്കുമ്പോഴല്ലേ ഇവരെ പുറത്തിട്ട് ബന്ധിച്ച്. പക്ഷെ തീക്കകത്ത് വെളിപ്പെട്ട ദൈവ സാന്നിധ്യം അവരുടെ പേരുകളെ മാറ്റി. ഇന്ന് മകൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ചില കൂടാരങ്ങൾക്കകത്തുനിന്ന് മരണത്തിന്റെ കെട്ടുകളെ ദൈവം ഇന്ന് മകൾ അഴിച്ചെറിയാൻ പോകുക. ചില തലമുറകളുടെ മരണത്തിന്റെ കെട്ടുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് മകൾ അഴിച്ചെറിയാൻ പോകുക. ഇവിടെ വെളിപ്പെടുന്ന അഗ്നിവാലെ കത്തുന്ന ആരാധനയുടെ നടുവിൽ ചില തലമുറകൾ വിടുവിക്കപ്പെടാൻ പോകുക. ഇവിടെ ആരും കാഴ്ചക്കാരില്ല, ഇവിടെ ആരും കാണാൻ വന്നവരില്ല. നമ്മുടെ വിടുതൽ നമ്മുടെ വിഷയമാണെങ്കിൽ ആരാടിച്ച് ദൈവത്തെടുത്തോളം. അകത്തു കത്തുന്ന തീ പുറത്ത് നിന്നെ ബന്ധിച്ച ചില ബന്ധനത്തെ, നിന്റെ തലമുറയെ ബന്ധിച്ച ചില ബന്ധനത്തെ ആത്മാവിൽ അഴിക്കാൻ കരുത്തുള്ള ദൈവമക്കൾ. നാല് പേര് കാണെ, ദേശം കാണെ കൈകാലുകൾ ബന്ധിച്ചു. രാജാവ് ഇടുന്ന സകല കൽപ്പനകളും പ്രതികൂലമായി നിന്നപ്പോൾ 4 ആൾ കാണുകയാണ് ഇത് ചെയ്തത്. പക്ഷെ അഗ്നിക്കകത്ത് വീണപ്പോൾ ജാല മഹാബലവാന്മാരെ ദഹിപ്പിച്ചു. പക്ഷെ ഭക്തന്മാരോട് കൂടെ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഇന്ന് പകൽ വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? നീ അനുഭവിക്കുന്ന തീ സ്വർഗത്തിലെ സാന്നിധ്യം അനുഭവിക്കുന്നതായി മാറണം. നീ അനുഭവിക്കുന്ന പ്രതിസന്ധി സ്വർഗത്തിലെ സാന്നിധ്യം അനുഭവിക്കുന്നതായി മാറണം. എത്ര ദൈവമക്കൾ ഇന്ന് പകൽ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്ന ദൈവമക്കൾ അതിരം തുറന്ന് ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചൂളയിൽ 3 പേരെയാണ് എറിഞ്ഞത്. 4മനായിട്ടൊരുവൻ അതിനകത്ത് നടക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ചിന്തയ്ക്കകത്ത് ഇവരുടെ കൈകാലുകൾ കെട്ടുന്നതിന് മുമ്പേ അഗ്നിക്കകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി. ലോകത്തിൻ്റെ തീക്കകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി. കേട്ടോ, എൻ്റെ ചിന്തയാണ്, നിങ്ങൾ മറ്റേതിലൊന്നും വ്യാഖ്യാനിക്കരുത്. അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ തീ ഇറങ്ങി നിന്നപ്പോൾ അകത്ത് കത്തിക്കൊണ്ടിരുന്ന ലോകത്തിൻ്റെ തീ വെളിയിലോട്ട് വ്യാപിക്കാൻ തുടങ്ങി. അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ തീ വലയം ചെയ്യാൻ തുടങ്ങി. അകത്ത് ചെല്ലുന്നതിന് മുമ്പ് അവർ ദഹിച്ചതിൻ്റെ കാരണം എന്തെന്നറിയാമോ? അകത്തിറങ്ങി നിന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം
അഗ്നിയുടെ തീ എന്ന് പറഞ്ഞാൽ ആ സ്വർഗത്തിലെ തീ ലോകത്തിന്റെ തീക്കകത്തിറങ്ങിയപ്പം ലോകത്തിന്റെ തീ വെളിയിലോട്ട് പോയി ഇടാൻ വന്ന മഹാബലവാന്മാരെ ആ തീയുടെ ജ്വാല ദഹിപ്പിച്ചു. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഭക്തന്മാര് തീക്കകത്ത് ചെല്ലുന്നതിന് മുമ്പ് സാന്നിധ്യം അവരെ മറച്ചു, സാന്നിധ്യം അവരെ പൊതിഞ്ഞു. അവരുടെ കൂടെ ഒരുവൻ നടക്കാൻ തുടങ്ങി, അവരുടെ കൂടെ ഒരുവൻ നടക്കാൻ തുടങ്ങി. നടക്കാൻ തുടങ്ങിയപ്പോൾ നെബൂഖദ്നേസർ ഭ്രമിച്ചു. സാന്നിധ്യം വെളിപ്പെടുമ്പോൾ ചിലർ ഭ്രമിക്കുമെന്ന്. നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടുന്ന സാന്നിധ്യം വെളിപ്പെടുമ്പോൾ ചിലർ ഭ്രമിക്കും. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, വേഗത്തിൽ ഞാൻ ഭാഗം വിടുകയാണ്. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ചു. വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട് ചോദിക്കുന്ന ചോദ്യം കേട്ടോ. നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീക്കകത്ത് ഇട്ടത് എന്ന് ചോദിച്ചതിന് അവര് പറയുന്ന മറുപടി സത്യം തന്നെ. അപ്പൊ ഇതുവരെ എന്തോ പറഞ്ഞേ? ഇതുവരെ ഇവരെന്തോ പറഞ്ഞേ? വല്ലതും മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതുവരെ ഇവരെ ഈ തീക്കകത്തിടാൻ വേണ്ടി, ഈ തീക്കകത്തൊതുക്കാൻ വേണ്ടി ഇവർക്ക് നേരെ തിരിഞ്ഞ കള്ളങ്ങൾ തീക്കകത്ത് 4-ാമൻ ഒരുവൻ വെളിപ്പെട്ടപ്പോൾ മന്ത്രിമാര് പറയുകയാണ് സത്യം തന്നെ, സത്യം തന്നെ. പരിശുദ്ധാത്മാവ് ഇന്ന് മകളോട് പ്രവചിക്കാൻ പറയുന്നു, സത്യമായത് ചിലത് വെളിപ്പെടാൻ പോകുകയാണ്, സത്യമായത് ചിലത് വെളിപ്പെടാൻ പോകുകയാണ്. ദൈവ സാന്നിധ്യം കൊണ്ടും ദൈവകൃപ കൊണ്ടും സത്യമായത് ചിലത് വെളിപ്പെടാൻ പോകുകയാണ്. അസത്യത്തെ നീക്കി സത്യമായത് വെളിപ്പെടുത്താൻ പോയോ. ഈ തീക്കകത്തിട്ടപ്പോഴേ തീയുടെ ജ്വാല ദഹിപ്പിച്ചല്ലോ. അടുത്ത 26-ാമത്തെ വാക്കിയോടൊന്ന് വായിച്ചേ. ഈ നെബൂഖദ്നേസർ എവിടാ ചെന്നേ? തീയുടെ ഈ ഇടാൻ പോയ ബലവാന്മാർ എവിടാ ചെന്നേ? വാതക്കൽ എത്തുന്നതിന് മുമ്പ് തീർന്നില്ലേ? രാജാവിൻ്റെ മനസ്സ് മാറിയപ്പോൾ കണ്ടോ സംഭവിച്ചേ? മറ്റുള്ളവരെ ദഹിപ്പിച്ച അല്ലെങ്കിൽ ബലവാന്മാരെ ദഹിപ്പിച്ച തീക്കകത്ത് രാജാവ് അതിൻ്റെ അടുക്കലോളം ചെന്നില്ലേ. എന്താ രാജാവെ നിന്നെ ദഹിപ്പിക്കാന്ന്? തീക്കകത്തിറങ്ങി നിൽക്കുന്ന സാന്നിധ്യം എന്തെന്ന് അവന് മനസ്സിലായി. ചില തിരിച്ചറിവുകൾ ചില മേഖലകളെ വിടുവിച്ച് പുറത്തെടുക്കാൻ പോകുകയാണ്. ചില തിരിച്ചറിവുകൾക്കകത്ത് ചിലർ വിടുവിക്കപ്പെടാൻ പോകുകയാണ്. ഒറ്റ പദോടെ പറഞ്ഞു നിർത്താം. ഈ രാജാവ് ഇത്രയും നേരം വിളിച്ചെന്തോന്നറിയാമോ? ശത്രുക്കെ മേശക്കെ ക്രൂരമായ സ്വരത്തിൽ ഇച്ചിരി എന്തോ പറഞ്ഞേ ആവേശത്തോടെ ശത്രുക്കെ മേശക്കെ അഭേദനകോപം എന്നൊക്കെ വിളിച്ച രാജാവ് തീക്കകത്ത് 4-ാമൻ ഇറങ്ങിയപ്പം കുറച്ചു മുമ്പേ ചോദിച്ച ചോദ്യം, ആരാടാ നിന്നെ വിടുവിക്കാൻ പറ്റിയെന്ന്? എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ പറ്റിയ ആരുണ്ടെന്ന്? രക്തത്താൽ ജയം. എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ പറ്റിയ ആരുണ്ടെന്ന്? 4-ാമനായിട്ട് അല്ല, 1-ാമനായി ദൈവം ഇറങ്ങി നിന്നപ്പോൾ അവൻ്റെ മുഖഭാവം നേരത്തെ മാറിയതിനേക്കാൾ അപ്പുറമായി അവൻ ദയാലുവായി മാറി. നേരത്തെ ക്രൂരമായ മുഖഭാവമായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം തീക്കകത്തിറങ്ങിയപ്പോൾ അവൻ്റെ ക്രൂരത മാറി, അവൻ്റെ ക്രൂരമായ മുഖഭാവം മാറി, അവൻ്റെ ഭാഷകൾ മാറി, അവൻ്റെ ചിന്തകൾ മാറി. ഇന്ന് പകൽ മനസ്സിലാക്കിക്കോ, സാന്നിധ്യം ചിലരുടെ ഭാഷകളെ മാറ്റുന്നതാണ്, സാന്നിധ്യം ചിലരുടെ മുഖഭാവത്തെ മാറ്റുന്നതാണ്, സാന്നിധ്യം ചിലരുടെ സ്വഭാവത്തെ മാറ്റുന്നതാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ അതരം തുറന്ന് അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. സാന്നിധ്യത്തിനകത്തുനിന്ന് കയറിയാൽ ആടിമുടി നീ മാറും, ആടിമുടി നിനക്ക് മാറ്റം സംഭവിക്കും. രക്തം ജയം, രക്തം ജയം, രക്തം ജയം. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പദമുണ്ട്, അതെന്നെ വല്ലാണ്ട് ആവേശത്തിലാക്കിയ പദം. ഒന്ന് വായിച്ചേ. കണ്ടോ, സ്വരം മാറി കണ്ടോ? അത്യുന്നതനായ ഇതുവരെ എന്തോ വിളിച്ചേ? ശത്രുക്കെ മേശക്കെ. തീക്കകത്ത് സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ എന്തോ പറഞ്ഞേ? നിങ്ങളെ വിടുവിക്കാൻ കഴിയുന്ന ആരുണ്ടെന്നല്ലേ ചോദിച്ചേ? ആരാ അത്യുന്നതനാ നിങ്ങളെ വിടുവിച്ചെന്ന് ഇവനോട് പറഞ്ഞേ? നിങ്ങൾക്ക് മനസ്സിലായില്ല. ഈ രാജാവിനോട് ആരെങ്കിലും ചെന്ന് പറഞ്ഞോ അത്യുന്നതനാ വിടുവിച്ചെന്ന്?
തീക്കകത്ത് ഇറങ്ങി വന്ന സാന്നിധ്യം ആടെയാന്ന് ഇവനോട് ആരെങ്കിലും പറഞ്ഞോ? പക്ഷെ തീക്കകത്ത് നിൽക്കാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ. രാജാവിന്റെ തിരിച്ചറിവിനകത്തത് ദൈവ സാന്നിധ്യമാണെന്ന് അവന് ബോധ്യപ്പെട്ടപ്പോൾ അവന്റെ ഭാവം മാറി, അവന്റെ ചിന്താഗതി മാറി. അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരായ രക്തം ജയം, രക്തം ജയം. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരായ ശത്രുക്കേ, മേശക്കേ, അവേദനകോപേ, നിങ്ങൾ പുറത്ത് വരുവീനെന്ന് കൽപ്പിച്ചു. പുറത്ത് വന്നു. അടുത്ത വാക്യം കൂടെ. ആ ആ ആ ആ ആ ആ പിന്നെ ചെക്ക് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു. എന്താ തീക്കകത്തല്ലേ വീണേ, മറ്റവർ ദഹിച്ചതല്ലേ. യുവന്മാർ വന്ന് നിൽക്കുമ്പോൾ ഇവരെ ചെക്ക് ചെയ്യാൻ മൊത്തം ആൾക്കാരാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവല്ലോ. അവർ മൊത്തം പ്രൂവ് ചെയ്ത് പറഞ്ഞു, യുവന്മാരുടെ തലമുടി കരിഞ്ഞിട്ടില്ല, ശരീരം പൊള്ളിയിട്ടില്ല, എന്താ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അവസാനത്തെ പ്രഖ്യാപനോട് പറഞ്ഞ് ആ ഭാഗം വിടുകയാണ്. 29-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം ഒന്ന് വായിച്ച. ശത്രുക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും ദൈവത്തിന് വിരോധമായി ആ ആ ആ ആ ഇത്രയും നേരം തീച്ചൂളയിട്ട് കളയുന്നായിരുന്നു. ഇപ്പം വീണ്ടും നിയമം കർശനമാക്കി. കഷണം കഷണമായി ആ ആ രക്തത്താൽ ജയം. നിങ്ങൾ കേട്ടോ, ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്കെതിരെ, ദൈവദാസന്മാർക്കെതിരെ, ദൈവമക്കൾക്കെതിരെ എഴുന്നേറ്റ് വരുന്ന പൈശാചിക മണ്ഡലങ്ങൾ, ഈ കാലഘട്ടത്തിൽ വെളിപ്പെട്ടു നിൽക്കുന്ന പ്രവചന ശബ്ദങ്ങളെയെല്ലാം കൂട്ടിയിണക്കി ഞാൻ പറയാം. ദൈവസാന്നിധ്യം വെളിപ്പെടുമ്പോൾ ചില മേഖലകൾ രാജാക്കന്മാരെ കൊണ്ട് ദൈവം പ്രഖ്യാപിക്കാൻ പോകുകയാണ്. ഈ ജനം ദൈവത്തെ സേവിക്കുന്ന ജനം, ഈ ജനം ദൈവത്തെ ആരാധിക്കുന്ന ജനം, ഇവരുടെ കൂടെ നിന്നിട്ടേ കാര്യമുള്ളെന്ന് തെളിയിക്കപ്പെടുന്ന ദിവസം വിദൂരമല്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ അല്പനിമിഷം ആത്മാവി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. അതുകൊണ്ട് ദൈവത്തെ സേവിക്കുന്നതിന് ഭയപ്പെടണ്ട, ദൈവത്തെ ആരാധിക്കുന്നതിന് ഭയപ്പെടണ്ട, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതിന് ഭയപ്പെടണ്ട. നിന്റെ ദൈവം ആരെന്ന് തെളിയിക്കപ്പെടുന്ന ദിവസങ്ങൾ വിദൂരമല്ലാതെ വെളിപ്പെടാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കളെല്ലാം അതരങ്ങളെ തുറന്ന് അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ആ വിശ്വാസത്തിന്റെ വർധനവിലേക്ക് ദൈവസഭ കയറട്ടെ. ആ വിശ്വാസത്തിന്റെ വർധനവിലേക്ക് ദൈവസഭ കയറട്ടെ. അർത്ഥപ്രഭാത ഭൗഡപ്രഭാതന ഹന്തൽ ജനാദിയ അടകൽ ഖമനഘടകസിയ വൈഡപ്രഭാതന. അല്പനിമിഷം ആത്മാവിൽ നിന്ന് പ്രതികരിച്ച ദൈവമക്കളെ, ചിലരുടെ മുഖഭാവം നിന്റെ നേരെ മാറിയിട്ടുണ്ടെങ്കിൽ, ചിലരുടെ ഭാവങ്ങൾക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഇന്ന് പകലിനോട് പ്രവചിക്കാൻ പറയുന്നു. അവരെ നിങ്ങളെ കടുപ്പിക്കുന്ന, നീ സേവിക്കുന്ന ദൈവം ആരെന്ന് ദൈവം തെളിയിക്കാൻ പോകുകയാണ്. നിന്റെ കൂടാരത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ കെട്ടിപ്പൊക്കിയ മതിൽക്കെട്ടുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇടിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഒരു ദൈവമഹത്വത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും ആ ഭാഗം ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വായിച്ച ഭാഗത്തേക്ക് ഞാൻ മടങ്ങി വരികയാണ്. ആ ഭാഗത്ത് ചില ചിന്തകൾ പറഞ്ഞ് എനിക്ക് ലഭ്യമായ സമയത്തിനുള്ളിൽ തന്നെ എൻ്റെ വാക്കുകൾക്ക് ഞാൻ വേഗത്തിൽ വിരാമമിടും. ദൈവം നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു, കയ്യിലൊന്നുമില്ലാതിരിക്കുക അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെപ്പോലെ കീറിക്കളഞ്ഞു, അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല. 1-2 കാര്യങ്ങൾ ശിംശോൻ്റെ ജനനത്തെക്കുറിച്ചൊന്ന് പറഞ്ഞ് വേഗത്തിൽ ആ ഭാഗം. എൻ്റെ വാക്യം പരിശുദ്ധാത്മാവ് എന്ന വിഷയമാണ്. എൻ്റെ ചിന്ത പരിശുദ്ധാത്മാവ് എന്ന ചിന്തയായതുകൊണ്ട് മറ്റൊന്നും പറയാതെ
ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ വചനഭാഗത്തുനിന്ന് പറഞ്ഞ് ഈ 3 വാക്യങ്ങൾക്കകത്തുനിന്ന് ചില ചിന്തകൾ കൈമാറാൻ ഞാൻ കർത്താവ് ശരണപ്പെടുന്നു. നിങ്ങൾ ആ സാന്നിധ്യത്തോടെ, ആ ചിന്താബോധത്തോടെ ദൈവസന്നിധിയിലായിരിക്കണം. പരിശുദ്ധാത്മാവിനല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ദൈവമക്കളെ. നമ്മുടെ അറിവ് കൊണ്ടോ നമ്മുടെ ജീവിതം കൊണ്ടോ ഈ 50 വയസ്സ് അല്ലെങ്കിൽ എത്ര നാൾ ജീവിക്കുമെന്ന് നമുക്കറിയില്ല. ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇപ്പോൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതിന് ശേഷം വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങുന്ന ഒരു വാചകമുണ്ട്: കർത്താവെ, മടങ്ങി വരാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല, ഇന്ന് തിരിച്ച് വീട്ടിലെത്താൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ദൈവമേ ഞങ്ങളുടെ വരവിന് വേണ്ടി ഒരുങ്ങിപ്പാർപ്പാനുള്ള കൃപ ദൈവം എനിക്ക് നൽകണമേ എന്ന് ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വാചകമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ആ ചിന്താബോധത്തോടെ ദൈവസന്നിധിയിലായിരുന്ന, ലോകത്തിലൊന്നും നമുക്കില്ലെങ്കിലും, ലോകത്തിൽ ആരും നമുക്ക് തുണ നിന്നില്ലെങ്കിലും ദൈവം നമുക്ക് തുണ നിൽക്കും. വിശ്വസിക്കുന്നവർ ആദരം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 13 മുതലുള്ള ഭാഗങ്ങൾ പഠിച്ചു വരുമ്പോൾ ശിംശോനെ കുറിച്ചുള്ള ഭാഗങ്ങളാണ്. ശിംശോൻ ആരെന്നും, ഹല്ലേലൂയ, ആ സമയത്തെ ന്യായാധിപനായിട്ട് വെളിപ്പെട്ട മനുഷ്യനാണ് ശിംശോൻ. ഹല്ലേലൂയ. 20 സംവത്സരം തൻ്റെ അല്ലെങ്കിൽ ഭരണകാലത്ത് 20 സംവത്സരം ആ ദേശത്തിന് സ്വസ്ഥതയുണ്ടായി, സമാധാനത്തോടെ ആയിരുന്നു എന്നൊക്കെ നമുക്കവിടെ കാണാൻ കഴിയുന്നു. അതിൻ്റെ അവസാന അല്ലെങ്കിൽ 16 അധ്യായത്തിൻ്റെ അവസാന ഭാഗമൊക്കെ വായിക്കുമ്പോൾ അവിടെ കാണുക. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഈ ചിന്തകൾ വേഗത്തിലൊന്ന് പറഞ്ഞ് ഈ ഭാഗത്തേക്ക് ഞാൻ മടങ്ങി വരും. എന്ന് പറഞ്ഞാൽ ശിംശോൻ്റെ ജനനം, ഇവൻ്റെ അപ്പൻ എന്ന് പറഞ്ഞ മനോഹ എന്ന് പറയുന്ന മനുഷ്യനാണ് ശിംശോൻ്റെ അപ്പൻ. ഇവൻ്റെ അമ്മ ഒരു മച്ചിയായ സ്ത്രീയായിരുന്നു. എന്ന് പറഞ്ഞാൽ മക്കൾ ജനിക്കത്തില്ലെന്ന് പറഞ്ഞ് വിധി എഴുതിയ തലം. ഇന്ന് പകൽ കേട്ടോ, എവിടെ വിധിയെഴുത്ത് വന്നിട്ടുണ്ടോ, എവിടെ ലഭ്യമാകത്തില്ലെന്ന് പറയുന്നുണ്ടോ, അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ, അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ദൈവം ചെയ്താൽ അസാധാരണ കാര്യങ്ങളായിരിക്കും ദൈവം ചെയ്യുന്നത്. ഹല്ലേലൂയ. സാധാരണ കാര്യത്തിനകത്തുനിന്നൊന്നും ദൈവത്തിനൊന്നും ചെയ്യാനില്ല. സാധ്യതയില്ലെന്ന് പറയുന്ന ഇടത്ത് ദൈവം എന്തെങ്കിലും സാധ്യമാക്കിയിട്ടുണ്ടെങ്കിൽ അവരെ ദൈവം അസാധാരണമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മളൊക്കെ സാധ്യതയില്ലെന്ന്, എന്നെക്കുറിച്ച് സാധ്യതയില്ല, എല്ലാം അവസാനിച്ചു, തീർന്നു എന്ന് പറഞ്ഞിടത്ത് കർത്താവിൻ്റെ മുമ്പിൽ സറണ്ടർ ആയപ്പോൾ വിധികളെ മാറ്റി എഴുതി ദൈവം അത്ഭുതങ്ങളെ ചെയ്യാൻ തുടങ്ങി. എവിടെ നമ്മൾ ദൈവസന്നിധി സറണ്ടർ ആകുന്നോ അവിടെ ദൈവം നമ്മളെ ഉപയോഗിക്കാൻ തുടങ്ങും. എവിടെ നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ തുടങ്ങുമോ അപ്പോൾ നമ്മുടെ യാത്രകളുടെ ശൈലികൾ മാറും, നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മാറും. നമുക്കെതിരെ എഴുതിയ വിധികളെ നമ്മൾ ദൈവത്താൽ പൊട്ടിച്ചു കളയാൻ തയ്യാറുണ്ടെങ്കിൽ അത്ഭുതങ്ങളെ ദൈവം ചെയ്യും. ഞാൻ ആ ഭാഗം വിടുകയാണ്. വായിച്ച വാക്യത്തിനകത്തുനിന്നുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വേഗത്തിൽ വിരാമം വിടും. ഇവിടെ വായിച്ചു തുടങ്ങുമ്പോൾ 5 മുതലുള്ള 14 അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ അവിടെ കാണുന്ന ഭാഗം, ശിംശോനും തൻ്റെ അപ്പനും അമ്മയും തിമ്ന എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകുകയാണ്. അതിൻ്റെ വിഷയമെന്ന് പറഞ്ഞാൽ തനിക്കൊരു പെൺകൊച്ചിനെ കണ്ടിഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ തൻ്റെ ഭാവിപരമാകുന്ന വിഷയത്തിന് വേണ്ടിയാണ് ഈ യാത്ര. ഇവൻ അവിടെ കണ്ടു, ഇഷ്ടപ്പെട്ടു. അപ്പൻ്റെ അമ്മയുടെ അടുക്കൽ വന്നു പറഞ്ഞു, എനിക്കൊരു പെൺകൊച്ചിനെ ഇഷ്ടപ്പെട്ടു, നമുക്ക് പോയി ആ പെൺകൊച്ചിനെ ഒന്ന് കാണണം. അപ്പനും അമ്മയും ആദ്യമൊക്കെ എതിർത്തെങ്കിലും പക്ഷേ അവനോട് കൂടെ പോകാനുള്ള സമ്മതത്തിലേക്ക് വരേണ്ടി വന്നു. അങ്ങനെ അപ്പനും അമ്മയും ശിംശോനും കൂടെ തിമ്ന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുകയാണ്. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? തിമ്നയ്ക്ക് അരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവൻ്റെ നേരെ അലറി വന്നു. ഹല്ലേലൂയ. ഇവൻ്റെ നേരെ ഒരു ബാലസിംഹം അലറി വരികയാണ്. മുന്തിരിത്തോട്ടം, എനിക്ക് തോന്നുന്നു തിമ്ന എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. തിമ്ന എന്ന് പറയുന്ന സ്ഥലം അറിയുന്ന, എവിടേക്ക് പോകണമെന്നറിയുന്ന ഒറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ, അത് ശിംശോനാണ്. അപ്പനും അമ്മയ്ക്കും ശിംശോൻ്റെ കൂടെ പോയുള്ള പരിചയമുള്ളൂ. എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത്? മകൻ പോകുന്ന ഇടത്തോട്ട് അപ്പനും അമ്മയും പോകുകയാണ്. അപ്പനും അമ്മയും മകനോട് കൂടെ പോകുകയാണ്. അവർക്ക് എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയത്തില്ല. കേട്ടറിഞ്ഞ പരിചയം മാത്രമേ ഉള്ളൂ. ഇന്നിടത്തേക്കാണ് പോകുന്നത്, ഇന്ന വിഷയത്തിന് വേണ്ടിയാണ് പോകുന്നത്. അവരുടെ അറിവിനനുസരിച്ച് അത് മാത്രമേ അവർക്ക് അറിവുള്ളൂ. പക്ഷേ അപ്പനും അമ്മയും കൂടെ പോകുമ്പോൾ ശിംശോനെ സംബന്ധിച്ച് ശിംശോനാണ് ഈ വിഷയവുമായിട്ട് അറിവുള്ളത്. ചിന്തയിൽ വന്ന കാര്യം, തിമ്നയിലേക്ക് എത്ര ദൂരം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ തിമ്നയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മുന്തിരിത്തോട്ടങ്ങൾ കണ്ടപ്പോൾ മുന്തിരിത്തോട്ടത്തിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്നൊരു പക്ഷേ ഇവൻ ചിന്തിച്ചു കാണും. ഈ റെസ്റ്റിന് വേണ്ടി അല്ലെങ്കിൽ വിശ്രമത്തിന് വേണ്ടി ഒന്ന് കയറി ഇരിക്കാമെന്ന് ചിന്തിച്ചപ്പോഴാണ് ഒരു അലർച്ച കേൾക്കുന്നത്. രക്തം ജയം. മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക്? മുന്തിരിത്തോട്ടങ്ങളുടെ അരികിലെത്തിയപ്പോൾ, മുന്തിരിത്തോട്ടത്തിൻ്റെ പ്രത്യേക, തോട്ടത്തിനകത്ത് എന്ത് കയറിയിരുന്നാലും നന്നായിട്ട് കാണാം. മുകൾ ഭാഗം മുഴുവൻ പന്തലിച്ചും താഴ്ഭാഗത്ത് എന്തിരുന്നാലും കാണാൻ കഴിയുന്ന ഇടമാണ് മുന്തിരിത്തോട്ടം. എങ്കിൽ മനസ്സിൽ ഈ പതിയിരിപ്പ് എങ്ങനെ ഈ തോട്ടത്തിനകത്ത് കയറി? രക്തത്താൽ ജയം.
ആരുടെയൊക്കെയോ കണ്ണുകളെ മറച്ച് ഇവന്റെ വിശ്രമ സ്ഥലത്തിന് എതിരായി കയറിക്കൂടി ഇടത്തുനിന്ന് ഇവന്റെ നേരെ ഒരു ബാലസിംഹം വരികയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ പറയുന്നേ? ഇവന്റെ നേരെ ഒരു ബാലസിംഹം വരികയാണ്. മനസ്സിലാക്കേണ്ട വിഷയം, ഇവന്റെ നേരെ പാഞ്ഞു വരുന്ന സിംഹം മറ്റാരെയുമല്ല ലക്ഷ്യം, ശിംശോനെയാണ് ലക്ഷ്യം. രക്തം ജയം. ഇന്ന് പകലൊരു ദൂത് ഞാൻ അവിടെ നിന്നുകൊണ്ട് പറയാം. ചില തലമുറകളുടെ ഭാവിയെ പകുതി വഴിയിൽ തീർക്കാൻ ശ്രമിക്കുന്ന പൈശാചിക മണ്ഡലത്തെ ഉപവാസ പ്രാർത്ഥന ആത്മാവിൽ പൊളിക്കാൻ പോകുകയാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ അതരം തുറന്ന് അല്പനിമിഷം ആത്മാവിൽ പ്രതികരിച്ചോ. ഈ വിശ്വസിക്കുന്നവർക്ക് മാത്രം അതരങ്ങളെ തുറന്ന് ആത്മാവിൽ നിന്ന് പ്രതികരിച്ച് ഭാവിയുടെ വഴികളെ അടയ്ക്കുന്ന, ഭാവിയുടെ വഴികളെ തടയുന്ന, ചില തലമുറകളെ വഴിമധ്യത്തിൽ ഒതുക്കാൻ ശ്രമിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ അജണ്ടകളെ പ്രാരംഭ നിമിഷം മുതൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന ഒരു പദവിതാണ്: പൈശാചിക മണ്ഡലത്തിന്റെ അജണ്ടകളെ ദൈവം ഇന്ന് പകൽ പൊളിക്കാൻ പോയോ. ഓ കൃപ കൃപ കൃപ. ശിംശോനെ തീർത്താൽ അപ്പന്റെ അമ്മയുടെയും യാത്ര മുടങ്ങും. ശിംശോനെ തീർത്താൽ അപ്പന്റെ അമ്മയുടെ ലക്ഷ്യം പോകും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ കേട്ടോ, ചില തലമുറകളെ ചില ഇടങ്ങളിൽ കുരുക്കിയിട്ട് ചില മാതാപിതാക്കളുടെ ലക്ഷ്യബോധത്തെ തകർക്കാൻ ശ്രമിക്കുന്ന പൈശാചിക മണ്ഡലത്തിന്റെ അജണ്ടകളെ ഇന്ന് പകൽ ഉപവാസ പ്രാർത്ഥനയിൽ പൊളിക്കാൻ കരുത്തുള്ള ദൈവമക്കൾ ആത്മാവിൽ എഴുന്നേറ്റ് ആത്മനിയോഗത്തോടെ അതിനെ വെട്ടി ജയിക്കുക. യെസ്, ഉടലമന ശാന്തരാദിയാന അതൽ കമനഘടകസിയാധന അതര ജഗതഘടക ശൈലമലഘടകസിയ. കർത്താവ് എന്നോട് പറയുന്നു, ചില കുടുംബങ്ങൾക്കകത്ത് സ്വസ്ഥതയെ കെടുത്തി, സമാധാനത്തെ കെടുത്തി, തലമുറകളുടെ ഭാവിപരമാകുന്ന വിഷയവുമായുള്ള ബന്ധത്തിൽ ചില മേഖലകളെ കുരുക്കി, ചിലതിനെ കൺഫ്യൂഷൻ ഇട്ടുകൊണ്ട് സ്വസ്ഥതയെ കെടുത്തുന്ന ചില പൈശാചിക മണ്ഡലത്തിന്റെ അജണ്ടകളെ യേശുവിന്റെ നാമത്തിൽ പൊളിക്കാൻ കഴിവുള്ള ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചോ. വാഗ്ദത്തമുള്ള ചിലതിനെ, വാഗ്ദത്തമുള്ള ചിലതിനെ, വാഗ്ദത്തമുള്ള ചിലതിനെ മാത്രം ലക്ഷ്യം വെച്ച്, വാഗ്ദത്തമുള്ള ചിലതിനെ മാത്രം ലക്ഷ്യം വെച്ച് അതിന് നേരെ പാഞ്ഞു കയറി വരുന്ന ചില സിംഹത്തിന്റെ ശക്തികളെ നിനക്ക് നേരിടാൻ കരുത്തില്ലെന്ന് നീ ചിന്തിക്കുന്ന വിഷയത്തെ ആത്മാവ് ഇന്ന് പകൽ കയ്യേറാൻ പോകുകയാണ്. ബാലസിംഹം അവന്റെ നേരെ അലറിക്കൊണ്ടുവന്നു. രണ്ട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഒന്ന്, ഇതിൻ്റെ അലർച്ച കൊണ്ട് ബാലസിംഹമാണ്, ഇവന്റെ കാഴ്ച കൊണ്ടും ബാലസിംഹമാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്ന് കാഴ്ചയിൽ ഭയപ്പെടുത്തുന്നു, രണ്ട് കേൾവിയിൽ ഭയപ്പെടുത്തുന്നു. ദൂത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് കാഴ്ചയിൽ ഭയപ്പെടുത്തുന്നു, രണ്ട് കേൾവിയിൽ ഭയപ്പെടുത്തുന്നു. ഇവന്റെ നേരെ പാഞ്ഞു വരുന്ന സിംഹം, ഒരു ബാലസിംഹത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഒരു പ്രായമുള്ള സിംഹത്തിന്റെ ശക്തിയല്ല, അല്ലെങ്കിൽ ഒരു ജനിച്ചു വീണ കുഞ്ഞു സിംഹത്തിന്റെ അതിന്റെ ശക്തിയല്ല. പക്ഷേ ഏകദേശം 200 കിലോയ്ക്ക് മുകളിൽ വെയിറ്റുള്ള, 200 കിലോയ്ക്ക് മുകളിൽ ഭാരമുള്ള ഈ സിംഹം ഇവന്റെ നേരെ പാഞ്ഞു വരികയാണ്. പാഞ്ഞു വരുന്ന സമയത്ത് ഇവന്റെ കാഴ്ച കൊണ്ടും കേൾവി കൊണ്ടും ഇത് സിംഹമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവന്റെ കാഴ്ച കൊണ്ടും കേൾവി കൊണ്ടും ഇത് സിംഹം. ഏത് മനുഷ്യന്റെ നേരെയും സിംഹം പാഞ്ഞു വന്നാൽ അവനെ ഭയപ്പെടുത്തുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോവല്ലോ? ഈ ഭാഗം വളരെ ചിന്തനീയമാണ് ദൈവമക്കളെ. കാഴ്ച കൊണ്ടും കേൾവി കൊണ്ടും ഇവൻ ഭയപ്പെടാൻ പോകുകയാണ്. രക്തം ജയം.
അലറി വരുന്ന സിംഹത്തിന്റെ ശബ്ദം, കണ്ണുകൊണ്ട് കാണുന്ന സിംഹം അവനെ അല്ലെങ്കിൽ ധൃതിപ്പെട്ട് ഭയപ്പാടിന്റെ അനുഭവത്തിൽ കൊണ്ടുവന്ന് ഇവനെ വല്ലാത്ത നിലയിൽ കുരുക്കാനുള്ള ശക്തിയാണത്. രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ഇവന്റെ നേരെ അലറിക്കൊണ്ടുവരുന്നത് ഈ ശബ്ദം കേട്ട് ഇവന്റെ അകത്തൊരു ഭയം കയറണം. ഇതിന്റെ വരവ് കണ്ടാൽ ഇവന്റെ അകത്ത് ഭയം കയറണം. ഇതാണ് ഈ സിംഹത്തിന്റെ ലക്ഷ്യം. ഇന്ന് പകൽ കേട്ടോ, കാഴ്ച കൊണ്ടും കേൾവി കൊണ്ടും നിന്നെ ഭയപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ, നിന്റെ തലമുറയെ ഭയപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ, കാഴ്ചക്കകത്ത് നീ രക്ഷപ്പെടാൻ സാധ്യതയില്ല, കേൾവിക്കകത്ത് നീ രക്ഷപ്പെടാൻ സാധ്യതയില്ല, സാധ്യതകളൊക്കെ അസ്തമിച്ചെന്ന് നിനക്ക് തോന്നുമ്പോൾ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഇറങ്ങി വരികയോ. ഓ, രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം. അലർച്ചയുടെയും കേൾവിയുടെയും ഇടയിൽ വെച്ച ആത്മാവ് ഓവർടേക്ക് ചെയ്ത് കയറാൻ പോയോ. ഏറ്റെടുത്തോ ദൈവമക്കളെ, ഏറ്റെടുത്തോ. അല്പനിമിഷം ആദരങ്ങളെ തുറന്ന് ആത്മാവിൽ പ്രതികരിച്ചു. കേൾവി കൊണ്ട് കാഴ്ച കൊണ്ട് നിന്നെ ഭയപ്പെടുത്തുന്ന, നിന്റെ തലമുറയെ ഭയപ്പെടുത്തുന്ന ചില വിഷയങ്ങൾക്കകത്ത് നീ മുൻപോട്ട് പോകയില്ലെന്ന് ശത്രു വാടുകെട്ടി അവന്റെ അജണ്ടകൾ ഉണ്ടാക്കി നിന്നെ അടുത്ത മേഖലയിൽ പ്രവേശിപ്പിക്കത്തില്ലെന്ന് പിശാചു വാദിക്കുന്ന വെല്ലുവിളികളെ ഇന്ന് മുതൽ ആത്മാവ് കൊണ്ട് ജയിക്കാൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് ജയിക്കാൻ കരുത്ത് പ്രാപിച്ച ദൈവമക്കൾ, ആത്മാഭിഷേകത്തോടെ അന്യഭാഷ അടയാളം പ്രാപിച്ച ദൈവമക്കൾ ആത്മനിയോഗത്തോടെ അല്പനിമിഷം പ്രതികരിച്ച് ആത്മാവി സ്തോത്രം ചെയ്യട്ടെ. ആത്മാവിന്റെ തീ വ്യാപരിക്കുകയാണ്, പരിശുദ്ധാത്മാവിന്റെ തീ വ്യാപരിക്കുകയാണ്. നമ്മുടെ കഴിവ് കൊണ്ട് പറ്റില്ല, നമ്മുടെ അറിവ് കൊണ്ട് പറ്റില്ല, നമ്മുടെ സാമ്പത്തിക ശ്രേഷ്ഠത കൊണ്ട് പറ്റില്ല, അതൊക്കെ പരാജയമാണ്. പക്ഷെ ദൈവത്തിന്റെ കൃപ കൊണ്ട് ചിലത് നേടിയെടുക്കാൻ കരുത്ത് പ്രാപിച്ച ദൈവമക്കൾ, ചിലത് വേണമെന്ന് ആഗ്രഹിക്കുന്ന, ദൈവശക്തി കൊണ്ട് എനിക്ക് ചിലത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ അല്പനിമിഷം ആത്മാവിൽ വിട്ടുകൊടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. നാളെ പ്രാപിക്കാൻ നാളെയാകട്ടെ, അടുത്ത ദിവസം സമയം കിട്ടിയാൽ നോക്കാം. നോ, അല്ല. ഇത് സിംഹം പലറിക്കൊണ്ടുവരുന്ന സമയത്ത്, കാഴ്ച കൊണ്ട് ഭയപ്പെടുന്ന സമയത്ത് എന്താ സംഭവിക്കേണ്ടെന്നറിയാമോ? ആത്മാവിന്റെ ഓവർടേക്ക് ഉണ്ടാകണം. ഇവന്റെ അകത്തോട്ട് ഭയം കയറി വരികയാ, ഇവന്റെ അകത്തോട്ട് ഭീതി കയറി വരികയാ. ഇത് കയറി വന്ന് ഇവന്റെ അകത്ത് പ്രവേശിച്ചാൽ ഇവന്റെ അകം മുഴുവൻ ഭയമായി പോകും, ഇവന്റെ ഉള്ളും മുഴുവൻ ഭീതിയായി പോകും. അത് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് ഇവന്റെ മേൽ ആത്മാവിന്റെ ഓവർടേക്ക് സംഭവിച്ചു. രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ഇന്ന് പകൽ ആത്മാവിൽ ഒന്ന് പ്രതികരിക്കുക ദൈവമക്കളെ. എന്താ വിഷയം എന്നറിയാമോ? ചിലയിടങ്ങളിൽ നമ്മൾ പകച്ചു നിൽക്കുകയല്ലേ, എന്ത് ചെയ്യണമെന്നറിയാതെ ഭയപ്പെട്ട് നിൽക്കുകയല്ലേ, മുൻപോട്ട് പോകണമെന്നറിയാതെ ഭീതിപ്പെട്ട് നിൽക്കുകയല്ലേ. ആത്മാവ് ഇന്ന് പകലിനോട് പ്രവചിക്കാൻ പറയുന്നു. ആത്മാവിന്റെ ഓവർടേക്ക് എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ചില മേഖലകളെ ജയിക്കാൻ നീ കരുത്തു പ്രാപിച്ചാൽ സാധാരണ വിടുതലല്ല, അസാധാരണമായ വിടുതൽ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ ദൈവാത്മാവ് ചലിപ്പിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ തലമുറകളുടെ മേൽ ദൈവം അത് ചലിപ്പിക്കാൻ പോകുകയാണ്.
ആത്മാവ് അവൻ്റെ മേൽ വന്നപ്പോൾ ആദ്യം സംഭവിച്ച വിഷയം, ആത്മാവ് അവൻ്റെ മേൽ വന്നപ്പോൾ എന്താ സംഭവിച്ചേ? സിംഹം എന്ന ചിന്തയിൽ നിന്ന് മാറ്റം വന്നു. ആത്മാവ് അവൻ്റെ മേൽ വന്നപ്പോൾ കയ്യിലൊന്നും ഇല്ലാതിരിക്കെ, എന്ത് കാര്യം നമുക്ക് നേരെ വന്നാലും ഒരു യുദ്ധത്തിന് പുറപ്പെടുന്ന സേനാധിപൻ അവൻ്റെ കയ്യിൽ ആയുധമുണ്ട്. നമുക്ക് നേരെ ഒരു പട്ടി കുരച്ചുകൊണ്ട് വന്നാൽ നമ്മൾ ആദ്യം കുനിഞ്ഞ് കല്ലല്ലേ എടുക്കുന്നേ, അങ്ങും ഇഞ്ഞൊന്നും തപ്പത്തില്ല എന്തെങ്കിലും ഒരു സാധനം അതിൻ്റെ അതൊന്ന് രക്ഷപ്പെടാൻ. പക്ഷെ ഇവൻ്റെ കയ്യിലൊന്നുമില്ല, ഇവൻ്റെ കൈ ശൂന്യമാണ്. ഈ കയ്യിലൊന്നുമില്ലാതിരിക്കുക എന്ന് പറയുന്ന പദത്തിനൊക്കെ ഭയങ്കര പ്രാധാന്യമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ സമ്പത്ത് കൊണ്ടും നമ്മുടെ മിടുക്ക് കൊണ്ടും നമ്മുടെ ആരോഗ്യം കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ നേടാമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആരോഗ്യം ഐസിയുവിനകത്ത് തീരും. ഹല്ലേലൂയ. ഒന്ന് വീണാൽ മതി, എത്രയോ പേര് ലോകം വിട്ടുപോകുന്നു. ആരോഗ്യം എവിടെ? സമ്പത്ത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടാമെന്ന് വിചാരിച്ചാൽ ശവക്കല്ലറ കൊണ്ട് സമ്പത്ത് അവസാനിക്കും. ഹല്ലേലൂയ. ഇനി നമ്മുടെ കൂടെയുള്ള സമ്പത്തൊക്കെ ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകും. രക്തത്താൽ ജയം. ഇനി ആൾബലം ഉണ്ടെന്ന് ചിന്തിച്ചാൽ അതും ഈ ഭൂമിയിൽ നിന്ന് തീരും. പക്ഷെ ആത്മബലം ഉള്ളവൻ ഈ ഭൂമിയിൽ അവസാനിക്കത്തില്ല. ആത്മശക്തിയുള്ളവൻ ഈ ഭൂമിയെ തീരത്തില്ല. അവൻ്റെ യാത്ര ഈ ഭൂമി കൊണ്ട് തീരുന്നതല്ല. ഇതിനെ മറികടക്കാൻ കരുത്തു പ്രാപിക്കുന്ന ദൈവമക്കൾ, ഹല്ലേലൂയ, ഇതിനെ മറികടന്ന ആത്മവിശ്വാസത്തോടെ ആത്മകൃപ അനുഭവിച്ച ദൈവമക്കൾ അതരം തുറന്ന് അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഇവിടം കൊണ്ട് തീരുമെന്നൊക്കെ ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ കൊണ്ടൊക്കെ അവസാനിക്കുമെന്ന് ആരെങ്കിലും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം പറയണം, ഞാൻ ഇവിടം കൊണ്ട് തീരുന്നവനല്ല, ഞാൻ ഇവിടം കൊണ്ട് അവസാനിക്കുന്നവനല്ല. എൻ്റെ രക്ഷിതാവ് വെളിപ്പെടും, എൻ്റെ രക്ഷിതാവ് വെളിപ്പെടും. അവൻ്റെ രക്ഷയ്ക്കായി അല്ലെങ്കിൽ അതിൻ്റെ ഒരുക്കത്തിലാണ് ഞങ്ങളെന്ന് ധൈര്യപൂർവ്വം പറയാൻ കഴിയുന്ന ദൈവമക്കൾ. അല്പനിമിഷം ആദരം തുറന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന്. ഓ, എത്ര അർത്ഥവത്തായ വാചകം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നമ്മുടെ കർത്താവ് അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. മനസ്സിലായവല്ലോ? കാത്തിരിപ്പുള്ളവരാണല്ലോ നമ്മൾ. ഈ മനുഷ്യൻ്റെ മേൽ വ്യാപരിക്കപ്പെട്ട ആത്മശക്തി കൊണ്ട് സിംഹം പറഞ്ഞു, ഞാൻ ഇതുവരെ 6 തലറിക്കൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിലും അവനെ ഞാൻ കീഴ്പ്പെടുത്തിയേ പോയിട്ടുള്ളൂ. സിംഹം പറഞ്ഞു, ഞാൻ 6 തലറിക്കൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിലും ആ അലർച്ച കേട്ടിട്ട് എൻ്റെ മുമ്പിൽ ഇങ്ങനെ നമസ്കരിച്ച് നിന്നിട്ടേ ഉള്ളൂ, എന്നെ അങ്ങ് എടുത്തോളാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇന്ന് വരെ ഇങ്ങനെ പ്രതികരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. നിനക്ക് ഈ പ്രതികരണ ശക്തി എവിടുന്ന് കിട്ടി? ആത്മാവിൽ ഞാൻ തോതു പറയാം, ഈ പ്രതികരണ ശക്തി അകത്ത് വ്യാപരിക്കപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ്. ഹല്ലേലൂയ. ആൾബലത്തിനകത്ത് ആൾ ശക്തി കൊണ്ട് ജയിക്കാൻ കഴിയുന്നതല്ലത്. നമ്മുടെ നേരെ കടന്നു വരുന്ന ഒരാളെ അടിച്ചു വീഴ്ത്തിയിട്ടല്ല ജയിക്കേണ്ടത്. അകത്ത് വ്യാപരിക്കപ്പെടുന്ന അഭിഷേകത്തിൻ്റെ ശക്തി കൊണ്ട് ചില ഇടങ്ങളിൽ മൗനമായിരുന്നു കൊണ്ട് ദൈവത്തെ തെളിയിക്കുന്നവരായി നമ്മൾ മാറണം. ഇവൻ്റെ മേൽ ആത്മാവ് വെളിപ്പെട്ടു. ആത്മാവ് ഓവർടേക്ക് ചെയ്ത് കയറി വന്നപ്പം ഇവൻ്റെ ചിന്ത മാറി. നിങ്ങൾക്ക് മനസ്സിലായോ? ഇവൻ്റെ ചിന്ത മാറി. അലർച്ച കൊണ്ടും കേൾവി കൊണ്ടും സിംഹമായി നിന്നത് ആട്ടിൻകുട്ടിയായി മാറി. കയ്യിലൊന്നുമില്ലെന്നുള്ള ചിന്തയൊക്കെ അങ്ങ് പോയി. ഇനി കയ്യിലുള്ളത് കൊണ്ട് ജയിക്കാമെന്ന് ചിന്തിച്ചിരുന്ന ചിന്തയിൽ നിന്ന് അവൻ മാറി. എൻ്റെ കയ്യിലുള്ള ആത്മബലം കൊണ്ട് ജയിക്കാൻ കഴിയുമെന്നുള്ള ശക്തി അവൻ്റെ അകത്ത് വ്യാപരിച്ചു. ഇന്ന് പകലൊരു ദൂത് ഞാൻ പറയാം. ആത്മാവകത്ത് കയറിയാൽ, പരിശുദ്ധാത്മാവകത്ത് കയറിയാൽ ചിന്താഗതികൾ മാറും. ഹല്ലേലൂയ. ചിന്തകൾ മാറും. ഇന്ന് പകൽ എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കുന്നു? ഭയമാണ്, മുൻപോട്ട് പോകത്തില്ല, ഇനി യാത്രയില്ല, എല്ലാം അസ്തമിച്ചു എന്നൊക്കെ ചിന്തിക്കുന്ന ഇടത്ത് ആത്മാവിന് പ്രവേശനം കൊടുത്താൽ ചിന്തകൾ മാറും. ഹല്ലേലൂയ. ചിന്തകൾ മാറിയാൽ
സിംഹം ആട്ടിൻകുട്ടിയാവും. നിങ്ങൾക്ക് മനസ്സിലായോ? സിംഹം ആട്ടിൻകുട്ടിയാകും. അലറിക്കൊണ്ട് പാഞ്ഞു വന്ന സിംഹത്തെ ഒരാട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞെന്ന. രക്തം ജയം, രക്തം ജയം. ഒരാട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. എന്നെ കേട്ടോ, സിംഹം മാറിയില്ല, സിംഹത്തിൻ്റെ അലർച്ച മാറിയില്ല. സിംഹം അവൻ്റെ മുമ്പിൽ അന്നേരം ഉണ്ട്. സിംഹത്തിൻ്റെ അലർച്ച അങ്ങനെ തന്നെ നിൽക്കുക. പക്ഷേ ആത്മാവ് അകത്തോട്ട് വന്നപ്പോൾ, ആത്മാവിനകത്ത് പ്രവേശിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ എന്താ സംഭവിച്ചേ? ചിന്ത മാറി. ആരുടെ ചിന്ത മാറി? ആത്മാവ് കയറിയവൻ്റെ ചിന്ത മാറി. രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ഇന്ന് പകൽ കേട്ടോ, ചില തലമുറകൾ ആത്മശക്തി കൊണ്ട് ചില മേഖലകളെ ജയിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്? ദൈവത്തോട് പ്രാർത്ഥിച്ചോ. ചില തലമുറകൾ ആത്മശക്തി കൊണ്ട് തിരിയാൻ പോകുകയാ. ചില തലമുറകൾ ആത്മശക്തി കൊണ്ട് തിരിയാൻ പോകുകയാ. അവരുടെ ചിന്തകൾ മാറാൻ പോകുകയാ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചേ. അതരങ്ങളെ തുറന്ന് അല്പനിമിഷം പ്രാർത്ഥിച്ചേ. ആത്മനിയോഗം പ്രാപിച്ച ദൈവമക്കൾ അല്പനിമിഷം ആത്മാവിൽ പ്രാർത്ഥിച്ചേ. ചില തലമുറകളുടെ ചിന്തകൾ മാറാൻ പോകുകയാണ്. ചില തലമുറകളുടെ ചിന്തകൾ മാറാൻ പോകുകയാണ്. ഒരിക്കലും മാറത്തില്ല, ഒരിക്കലും മുൻപോട്ട് പോകത്തില്ലെന്ന് ചിന്തിക്കുന്ന മാതാവേ, പിതാവേ, ആത്മാവിന്റെ പ്രവേശനം കൊണ്ട് ചില തലമുറകളുടെ ചിന്തകൾ മാറാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ അതരം തുറന്ന് അല്പനിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ചേ. ആത്മനിയോഗം പ്രാപിച്ച ദൈവമക്കൾ, ആത്മനിയോഗം പ്രാപിച്ച മാതാപിതാക്കൾ അതരങ്ങളെ തുറന്ന് അല്പനിമിഷം പ്രാർത്ഥിച്ചേ. ചില തലമുറകളുടെ ചിന്തകൾ മാറട്ടെ. ഉടല മൗഷിക ലഗതന ധനക ഉടവൽ പ്രവര ശബ്ദല ധനയ ഉടവൽ പ്രവരക ധുനജന ഘടക. ഓ രക്തം ജയം, രക്തം ജയം, രക്തം ജയം. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ചില തലമുറകളോട് ദൈവാത്മാവ് ഇന്ന് പകൽ വളരെ വ്യക്തമായി പ്രവചന ശബ്ദം കൈമാറുന്നു. അവരുടെ ചിന്താഗതികൾ മാറാൻ പോകുകയാണ്. അവരുടെ ചിന്താഗതികൾ മാറാൻ പോകുകയാണ്. ആത്മാവിൽ അവർ ടേൺ ചെയ്യാൻ പോകുകയാണ്. ആത്മാവിൽ അവർ യു ടേൺ ചെയ്യാൻ പോകുകയാണ്. ചില മേഖലകളിൽ പകച്ചു നിൽക്കുന്ന ഇടത്ത് ആത്മാവിൽ അവർക്ക് തിരിവ് സംഭവിക്കാൻ പോകുകയാണ്. വിശ്വസിച്ചോ മാതാവേ, വിശ്വസിച്ചോ പിതാവേ, വിശ്വസിച്ചോ സഹോദര, വിശ്വസിച്ചോ സഹോദരി. ആത്മാവ് പ്രവചിക്കുന്നു. ചില കുടുംബങ്ങൾക്കകത്ത് തിരിവുകൾ സംഭവിക്കാൻ പോകുകയാണ്. അത് ആത്മാവിന്റെ പ്രവേശനം കൊണ്ടാണ്. ഹുഡലമന ശന്തരാധിയാന അർത്ഥപ്രഭാ രഹസ്യാന്തരേ ജഗൽക്കനാദിയ അടകമനഘടക ശൈഡ പ്രഭാ രഹസ്യാധന. കർത്താവിനോട് പറയുന്നു, പലതിൻ്റെയും ഭാവിയെ കുടുക്കി, പലതിൻ്റെയും നന്മകളെ മുടക്കി, പലതും പ്രാപിക്കാൻ കഴിയാതെ എവിടെയൊക്കെയോ പകച്ചു നിൽക്കുന്ന ചില തലങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവ് നിയന്ത്രണം ഏറ്റെടുക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് ചില തലമുറകളുടെ നിയന്ത്രണത്തെ ഏറ്റെടുക്കാൻ പോകുകയാണ്. അത് ആൾബലം കൊണ്ട് കഴിയില്ല, അവരുടെ അറിവ് കൊണ്ട് കഴിയില്ല, അവരുടെ സാധ്യതകൾ കൊണ്ട് കഴിയില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് പറയുന്നു, ആത്മബലം കൊണ്ട് സംഭവിക്കാൻ പോകുകയാണ്, ആത്മശക്തി കൊണ്ട് സംഭവിക്കാൻ പോകുകയാണ്. ഉടലമനക ശാന്തരാടിയാന പരിശുദ്ധാത്മാവ് പ്രവചിക്കാൻ പറയുന്നു. ചില മാതാപിതാക്കൾ പോലും അറിയാതെ ചില തലമുറകൾക്കകത്ത് ചില തിരിവുകൾ ആത്മാവിൽ സംഭവിക്കാൻ പോകുകയാണ്. തലമുറകളിൽ സംഭവിക്കുന്ന വിടുതലുകൾ അറിഞ്ഞിട്ട് മാത്രമേ മാതാപിതാക്കൾ അറിയുകയുള്ളൂ. അത്രമാത്രം അത്ഭുതകരമാകുന്ന ചില വിടുതലുകൾ ചില കുടുംബങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവ് വഹിക്കുകയാണ്. ൂഢാലവ ശന്തരാധിയാന അടകൽ ഖമന ബൗഢ പ്രഭാധന ദിനമലനക സന്തലാധിയാന.
നമ്മുടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിന് മാത്രമാണ്. എല്ലാ പ്രിയപ്പെട്ട ഒരു നിമിഷം കൂടെ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് വൈകുന്നേരത്തെ കർത്താവ് അനുവദിച്ച ചിന്തിക്കാം. എല്ലാ ദൈവമക്കളും ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ചിലതിനെ ജയിക്കാൻ കഴിയുന്ന ആത്മശക്തി എൻ്റെ മേലും എൻ്റെ തലമുറകളുടെ മേലും ഒന്ന് പകരണമേ എന്ന് എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചാട്ടെ. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ആത്മശക്തി എനിക്ക് വേണം. ഇന്നലകൾ പ്രാപിച്ചത് കൊണ്ട് എനിക്ക് ഒതുങ്ങിപ്പോകാനല്ല, ഇന്നലകൾ ഞാൻ പ്രാപിച്ചത് കൊണ്ട് എനിക്ക് നിന്നു പോകാനല്ല. എനിക്ക് മുൻപോട്ട് പോകണമെങ്കിൽ ആത്മശക്തി അധികമായി എനിക്ക് വേണം. എല്ലാ ദൈവമക്കളൊന്ന് പ്രാർത്ഥിച്ച ദൈവമക്കളെ, ആഗ്രഹിക്കുന്നവൻ്റെ മേൽ പകരപ്പെടുന്ന ദൈവ സാന്നിധ്യം, ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവകൃപ വിശ്വസിക്കുന്ന ദൈവമക്കളെല്ലാം ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, അതെൻ്റെ മേലൊന്ന് പകരണമേ എന്ന് എല്ലാ ദൈവമക്കളും ദൈവത്തോട് പ്രാർത്ഥിച്ചേ. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല നിമിഷത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ലഭിച്ച നല്ല അവസരങ്ങൾക്ക് നന്ദി പറയുന്നു. കർത്താവ് ഞങ്ങളോട് സംസാരിച്ചല്ലോ, തുടർന്ന് ശുശ്രൂഷിപ്പാൻ അടിയൻ്റെ ആദരങ്ങളെ ബലപ്പെടുത്തണമേ. ഈ സഭയെ ദൈവം അനുഗ്രഹിക്കണമേ. കൂടി വന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങളെല്ലാം പ്രിയപ്പെട്ടവരും ദൈവം അനുഗ്രഹിക്കണമേ. സകലവും കർത്താവ് നന്മയ്ക്കായി ചെയ്യണമേ. ഈ വചനം എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അത്ഭുതമായി വെളിപ്പെടുത്തണമേ. ഞങ്ങൾക്കൊരു അനുഗ്രഹമാക്കി ദൈവം തീർക്കണമേ. കർത്തൃദാസനായി കുടുംബത്തിനായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കും, അത്ഭുതങ്ങളെ ചെയ്യും. മഹത്വം അങ്ങയ്ക്ക്. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലകളെ വണക്കാം. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ദാസനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തന്ന എല്ലാ വചനങ്ങൾക്കായും നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഗ്നി നമ്മെ വിഴുങ്ങുവാൻ വരുമ്പോൾ അതിൻ്റെ ഒന്നാമനായി തന്നെ ഇറങ്ങി അതിൻ്റെ ശക്തിയെ കെടുത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിന് വേണ്ടി അവർ വിശുദ്ധിയിൽ ദൈവകൃപയിൽ നിലനിന്ന് കഴിഞ്ഞപ്പോൾ, അവർ വിശ്വാസത്തിൽ നിന്ന് കഴിഞ്ഞപ്പോൾ, അഗ്നി അവരെ വിഴുങ്ങുവാൻ അത് 7 മടങ്ങ് ചൂട് വർദ്ധിപ്പിച്ചുവെങ്കിലും അവരെ വിഴുങ്ങുവാൻ ദൈവം അനുവദിച്ചില്ല. അവരുടെ ദൈവം വലിയ ദൈവമെന്ന് അവർക്കെതിരെ നിന്ന ശത്രു പറയത്തക്കവണ്ണം ദൈവത്തിൻ്റെ പ്രവൃത്തി അവരുടെ മേൽ വെളിപ്പെടുവാനിടയായി. അവരിൽ വ്യാപരിച്ചതൊരു വലിയ ആത്മശക്തി ആയിരുന്നു. ഒരു തീയുടെ ശക്തിയെ കെടുക്കുന്ന ഒരു ആത്മാവിൻ്റെ ശക്തി ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും ജീവിതത്തിൽ ദൈവം അയച്ചവരെ നിലനിർത്തിയെങ്കിൽ ദൈവമക്കളെ, നമ്മിൽ പകർന്നിരിക്കുന്ന ആത്മശക്തി നമുക്കെതിരെ കടന്നു വരുന്ന ഏത് അഗ്നിയുടെ ശക്തിയെയും കെടുപ്പാൻ ശക്തിയുള്ളവയാണ്. അതിനേക്കാളും ബലമുള്ളവയാണ്. ഒരു ശിംശോൻ, വാഗ്ദത്തമുള്ള ഒരു ശിംശോനെതിരായിട്ട് ശത്രു പതിയിരുന്ന് അവൻ്റെ മേൽ ചാടി വീണ് ശക്തിയോടെ കടന്നു വന്ന വേളയിൽ അതിനെ ഒരു കുഞ്ഞാടിനെ പോലെ, ഒരു ആടിനെ പോലെ കീറിക്കളയുവാനുള്ള ശക്തി സ്തോത്രം. ശിംശോന്റെ മേൽ പകർന്നതുപോലെ നമ്മുടെയും ജീവിതത്തിൽ നമ്മെ തകർക്കുവാൻ, ഒടുക്കിക്കളയുവാൻ ശത്രു അതിൻ്റെ പദ്ധതികളുമായി നിൽക്കുമ്പോൾ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ അതിൻ്റെ മേൽ നമുക്ക് ജയം തരുന്ന കർത്താവിനായി നമുക്ക് എല്ലാവർക്കും കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. കർത്താവിൻ്റെ ദാസനെ ഇന്ന് പോൽക്കാലം ശക്തമായി ദൈവം കരങ്ങളിൽ എടുത്തല്ലോ. തന്നിലൂടെ കേട്ട ദൈവവചനത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രിയിലും ശക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് ഉപയോഗിപ്പാൻ, തന്നെയും തൻ്റെ ശുശ്രൂഷകളെയും കർത്താവ് സഹായിപ്പാൻ, എല്ലാ വിടുതലും തന്നെ മേൽ പിന്നെയും പകർന്ന് നമ്മുടെ സഭയുടെ മേലും പകർന്ന് ഉപസിക്കുന്നവരെ ബലപ്പെടുത്തുവാൻ സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കേണ്ടതിന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ പ്രിയ ഐവാൻ ജോസഫ് ചാന പ്രാർത്ഥിക്കും. Praise the Lord. Amen. Praise the Lord. Amen. അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവേ, സ്തോത്രം. അങ്ങേ ദാസനിലൂടെ കേൾപ്പിച്ച കർത്താവേയും ആ തിരുവചനത്തിനായി നന്ദി പറയുന്ന കർത്താവേ, സ്തോത്രം. കർത്താവേയും ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേയും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി കടന്നു വന്നിരിക്കുന്ന അങ്ങേ ദൈവജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. സഭയ്ക്കൊരു അനുഗ്രഹ വിഷയമായി തീരുവാൻ, സഭയ്ക്കൊരു വിടുതലായി തീരുവാൻ തക്കവണ്ണം കർത്താവെ അനുഗ്രഹിക്കണമേ. ദാസന്മാരെ അവിടുത്തെ കരങ്ങളിൽ വഹിക്കും. എല്ലാ കാര്യത്തിലും തിരുസാന്നിധ്യം കൂടിയിരിക്കും. അടിയങ്ങളെല്ലാവരും അവിടുത്തെ കരങ്ങളിൽ താഴ്ത്തുന്നു. സർവ്വം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥനകൾക്ക് മാറാണമേ. ആമേൻ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി തന്നതിനാൽ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും കൃത്യം 7 മണിക്ക് തന്നെ യോഗം തുടങ്ങും. ഹല്ലേലൂയ. എല്ലാ ദൈവജനവും പ്രാർത്ഥനയോട് ഉപവാസത്തോടെ കടന്നു വരിക. കർത്താവിൻ്റെ ദാസനിലൂടെയുള്ള അനുഗ്രഹീത വചന ശുശ്രൂഷ കേൾക്കാം, ദൈവത്തിൻ്റെ ആലോചന കേൾക്കാം. അതിനായി നിങ്ങൾ എല്ലാവരും കടന്നു വരിക. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.